ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ബിസ്മിനെ ചേർക്കുമ്പോൾ ആ ബായിന്റെയും അലിഫിന്റെയും ഇടയിൽ ബായിന്റെയും സീനിന്റെയും ഇടയിൽ അലിഫില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് പറയുമ്പോൾ ആ ബായിന്റെയും സീനിന്റെയും ഇടയിൽ അലിഫുണ്ട്. 113 അധ്യായങ്ങളുടെ തുടക്കത്തിൽ ബിസ്മില്ല എന്നുള്ളതും 2 അധ്യായങ്ങളുടെ ഇടയിൽ ബിസ്മില്ല എന്ന് പറഞ്ഞപ്പോഴും ബാ എന്ന അക്ഷരത്തിന്റെയും സീൻ എന്ന അക്ഷരത്തിന്റെയും ഇടയിൽ അലിഫ് എന്ന് പറയുന്ന അക്ഷരം അവിടെ ഇല്ല. അതിന്റെ കാരണം എന്തെന്ന് ചെറിയ തോതിൽ ഞാൻ വിശദീകരിച്ചിരുന്നു. എന്നാൽ ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് പറയുന്നിടത്ത് ആ അലിഫുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുന്ന ആ അധ്യായത്തിൽ നിങ്ങൾ ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് പറയുമ്പോൾ ആ അലിഫ് കണ്ടിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവും മനുഷ്യരും തമ്മിൽ തടസ്സങ്ങളില്ല. നമ്മെ പിശാച് തടഞ്ഞുകൊണ്ടിരിക്കുന്നത് റബ്ബിൽ നിന്നാണ്, അള്ളാഹുവിൽ നിന്ന് തടയുന്നില്ല. അതാണ് ഈ അലിഫ് മാനിയ എന്നാണ് അതിന് ഞങ്ങൾ പറയാം. തടസ്സത്തിന്റെ അലിഫ് എന്നാ പറയും. അലിഫും മാനിയ, വാവും ളുഹൂർ, യാഉൽ ഇസ്തിമ്റാർ. ഈ അലിഫ് വാവ് യാ ഈ 3 അക്ഷരങ്ങൾക്ക് ലിസാനുൽ അറബിലെ വിശദീകരണം അതാണ്. ഒരു കാര്യം രംഗത്തേക്ക് വരാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ വാവും ആ ക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിന് യാവുമാണ് ഉപയോഗിക്കുക. ആ പ്രവർത്തനത്തെ തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിന് അലിഫിട്ടിട്ടാണ് ലിസാനുൽ അറബിൽ എഴുതുക. അതിന് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞാൻ എൻ്റെ FB-യിലൊരു ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഫുജൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യന് തെമ്മാടിത്തം ഇൽഹാമ് കൊടുത്തു എന്നാണ് ഇപ്പൊ പറയുന്ന അർത്ഥം. തഖ്വ എന്ന് പറഞ്ഞാൽ ഭക്തിയും. അള്ളാഹു അങ്ങനെ മനുഷ്യന് ഫുജൂർ തോന്നിപ്പിക്കുകയില്ല. അത് അള്ളാഹുവിൽ നിന്നുണ്ടാവുകയില്ല. ഇവരിപ്പോ പറയുന്ന അർത്ഥം ഫുജൂർ എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തം എന്നാണ്, മനസ്സിന്റെ ദുഷ്ടചിന്ത. അത് അള്ളാഹു ഇൽഹാമ് കൊടുത്തിരിക്കുന്നു, തഖ്വയും കൊടുത്തിരിക്കുന്നു എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഫുജൂർ എന്ന് പറഞ്ഞാൽ അതല്ല അവിടെ അർത്ഥം. ഫുജൂർ എന്ന് പറഞ്ഞാൽ അറിവിന്റെ ചിന്തയുടെ ഉദയമാണ്. അതാണ് ഫജറ എന്ന് പറഞ്ഞാൽ അതാണ്. സൂര്യൻ ഇരുട്ടിൽ നിന്ന് സൂര്യൻ രംഗത്തേക്ക് വരുമ്പോൾ അതാണ് ഫജർ. എന്നതുപോലെ അജ്ഞതയിൽ നിന്ന് അറിവിനെയും ചിന്തയെയും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള കഴിവും മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജ്ഞാനങ്ങൾ ശേഖരിക്കാനുള്ള കഴിവും അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാതെ മനസ്സിന് തെമ്മാടിത്തം തോന്നിപ്പിച്ചിരിക്കുന്നു എന്നല്ല. അതാണ് ഫുജൂർ എന്ന് പറഞ്ഞാൽ. അതാണ് ഫജറുൽ ഇസ്ലാം, അതാണ് ഫജറുൽ ഖുർആൻ. സൂറത്ത് ഇസ്രായേൽ പറഞ്ഞില്ലേ, അപ്പൊ ഖുർആനിൽ ഫജ്രി എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഫാജിർ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അർത്ഥം മാറിയത്? അവിടെയാണ് ഈ അലിഫിന്റെ പ്രശ്നം വരുന്നതെന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യനെ ഈ അറിവിൽ നിന്ന് തടസ്സം നിൽക്കുന്ന അലിഫാണ്. അതുകൊണ്ടാണ് ഫാജിറിന് തെറ്റായ അർത്ഥം വരാനുള്ള കാരണം. മനസ്സിലായോ? ഫജറ എന്നുള്ളത് ഫാജിറായപ്പോൾ എന്തുകൊണ്ട് അത് അർത്ഥം വിപരീത അർത്ഥം വന്നു എന്ന് പറഞ്ഞാൽ ഇവന്റെ അറിവിന്റെയും ചിന്തയുടെയും ഉദയത്തെ പുറത്തേക്ക് വരലിനെ തടസ്സം നിൽക്കുന്ന ഒരു അലിഫ് അവിടെ ഉള്ളത് കൊണ്ടാണ് അവൻ ഫാജിറായി മാറിയത്. ഇങ്ങനെ ഖുർആനിൽ ഉടനീളം ഇത്തരം പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ ഒരിക്കൽ ഇവിടെ തന്നെ തിരൂരെന്നെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ഹവ എന്നുള്ളതിലെ അലിഫ് പോയി മനുഷ്യനിൽ ഹുവ വരണം, അള്ളാഹു വരണം. അതാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഹവ എന്ന് പറയുമ്പോൾ ഒരു അലിഫുണ്ട്. അഫറഅയ്ത മനിത്തഖദ ഹവാഹു ഇലാഹു.
തന്റെ ഹവയെ ഇലാഹാക്കിയവനുണ്ട്. സ്വന്തം ഇച്ഛകളെ, താല്പര്യങ്ങളെ, ശരീരത്തിന്റെ താല്പര്യങ്ങളെയാണ് അവൻ തന്റെ ഇലാഹാക്കി മാറ്റിയിരിക്കുന്നത്. ആ ഹവ പോയി ഹുവ വരണം. ഹുവ എന്ന് പറഞ്ഞാൽ അള്ളാഹു വരണം നമ്മുടെ മനസ്സിൽ. എന്ന് പറഞ്ഞാൽ ഹുവ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവന് മരണമില്ല. കാരണം അള്ളാഹ്ക്ക് മരണമില്ല. മനസ്സിലായോ? അതാണ് ഒരാൾക്ക് ഒരു മരണമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവനിലെ ഹവ പോയി കഴിഞ്ഞ് അവനിൽ അള്ളാഹുവിന്റെ നെഫ്സ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ നെഫ്സിന് മരണമില്ല, ആ റൂഹിന് മരണമില്ല പിന്നെ. കാരണം അള്ളാഹു മരിക്കുകയില്ല. ഇതാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ, സത്യം ഇതാണ്. അതാണ് ബിസ്മില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവുമായി നമ്മൾ ചേരുമ്പോൾ തടസ്സം ആരുമില്ല. അവിടെ പിശാചിന് തടസ്സം നിൽക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് റബ്ബിനോട് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ആ പിശാച്. അതുകൊണ്ടാണ് അസാ ആദമു റബ്ബഹു എന്ന് പറഞ്ഞത്. ആദമ് റബ്ബിനാണ് ധിക്കരിച്ചത്, അള്ളാഹ്ക്കല്ല. അസാ ആദമു റബ്ബഹു, ആദമ് തന്റെ റബ്ബിനെയാണ് നിഷേധിച്ചതും ധിക്കരിച്ചതും. അത് ഞാൻ അവിടെ സൂചിപ്പിച്ചു. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി, ആകാശഭൂമികളിലുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. ഇബ്ലീസും അതിന് ഒഴിവല്ല. എല്ലാ വസ്തുക്കളും അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. പക്ഷെ റബ്ബിനാണ് സുജൂദ് ചെയ്യാതിരിക്കുന്നതും ധിക്കരിക്കാതിരിക്കുന്നതും അനുസരണക്കേട് കാണിക്കുന്നതും റബ്ബിനാണ്. അത് ഞാൻ ഇനി തുടർന്ന് വിശദീകരിക്കാം എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടി വ്യക്തമാവും. അള്ളാഹുവും റബ്ബും തമ്മിൽ എന്താണെന്ന്. ബാ എന്നുള്ള അക്ഷരം ഇരുട്ടിന്റെ അക്ഷരമാണ്. ബാ എന്ന അക്ഷരം ഇരുട്ടിന്റെ അക്ഷരമാണ്. ഖുർആനിൽ 14 അക്ഷരങ്ങൾ വെളിച്ചത്തിന്റെ അക്ഷരങ്ങളും 14 അക്ഷരങ്ങൾ ഇരുട്ടിന്റെ അക്ഷരങ്ങളുമാണ്. 29 അധ്യായങ്ങളുടെ തുടക്കത്തിൽ 14 അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വെളിച്ചത്തിന്റെ നൂറിന്റെ ഹുറൂഫുകളാണ്, വെളിച്ചത്തിന്റെ അക്ഷരങ്ങളാണ്. അതെന്തുകൊണ്ട് വെളിച്ചത്തിന്റെ അക്ഷരമായി എന്ന് ചോദിച്ചാൽ ആ അക്ഷരങ്ങൾക്ക് ശേഷം വേദത്തെക്കുറിച്ച്, കിതാബിനെ കുറിച്ച്, ദൈവവചനങ്ങളെ കുറിച്ചാണ് പറയുന്നതൊക്കെയും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ പോയി നോക്കിയാൽ മതി. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, ഹാം മീം തൻസീലുൽ കിതാബ്, അലിഫ് ലാം മീം സാലിക്കൽ കിതാബ്. അപ്പൊ ഇതൊക്കെ നൂറിന്റെ, വെളിച്ചത്തിന്റെ അക്ഷരങ്ങളാണ്. ബാക്കിയുള്ള 14 അക്ഷരങ്ങൾ ഇരുട്ടിന്റെ അക്ഷരങ്ങളാണ്. ഇരുട്ടാണ്, ലുൽമത്ത്, ഇരുട്ടിന്റെ അക്ഷരങ്ങളാണ്. അത് ഇരുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ബാ എന്ന അക്ഷരം ഇരുട്ടിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ്. അതിനെ ലിസാനുൽ അറബിൽ വിശദീകരിച്ചത് അറിവിന്റെ സെന്ററാണത്, അറിവിന്റെ ഭൂമികയിലെ മധ്യമാണത്. മനുഷ്യന്റെ അറിവിന്റെ ഭൂമികയിലെ മധ്യഭാഗമാണത്. ആ മധ്യഭാഗത്ത്, ആ ഇരുട്ടിൽ അറിവിന്റെ വിത്ത് അടിയിലാണ് കിടക്കുന്നത്. ബായിന്റെ അടിയിലാണ് കുത്ത്. അതിലൊക്കെ ഖുർആൻ ലിസാനുൽ അറബിൽ വിശദീകരിക്കുമ്പോഴാണ് ഈ ഖുർആനിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ ബായിൽ നിന്ന് നൂനിലേക്കുള്ള യാത്രയാണ് മനുഷ്യൻ. നൂന് ആവുമ്പോഴത്തേക്ക് ആ വെളിച്ചം പുറത്തേക്ക് വന്നു. ബാവും നൂനും കൂടാതെ ഒരു മനുഷ്യൻ പൂർണ്ണമാവുകയില്ല. ബാവും ചേരണം, നൂനും ചേരണം. ഇത് രണ്ടും ചേർന്നെങ്കിലേ മനുഷ്യൻ ഒരു സമ്പൂർണ്ണ മനുഷ്യനാവുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ അപൂർണനാണ്. എന്ന് പറഞ്ഞാൽ അവനിൽ ഇരുട്ടും വേണം, വെളിച്ചവും വേണം. പക്ഷേ ആ ഇരുട്ട് അവനിൽ ഒളിഞ്ഞു കിടക്കുകയും അവനിലെ വെളിച്ചം പുറത്തേക്ക് വരികയും വേണം. ഇത് രണ്ടുമില്ലാതെ മനുഷ്യൻ അപൂർണ മനുഷ്യനാണ്. ഒന്ന് മാത്രം കൊണ്ടൊന്ന് പൂർണ്ണമാവുകയില്ല. അവനിൽ പ്രവർത്തനക്ഷമത ഉണ്ടാവുകയില്ല.
അത് നിങ്ങൾ ഒഴിഞ്ഞിരുന്ന് ചിന്തിച്ചാൽ മതി. രണ്ടുമില്ലാതെ ഒരു മനുഷ്യൻ പ്രവർത്തന രംഗത്തേക്ക് വരാൻ കഴിയില്ല. അവന് ഇരുട്ടും അവനിൽ വേണം, വെളിച്ചവും അവനിൽ വേണം. പക്ഷേ ആ ഇരുട്ട് നിഷ്ക്രിയമായി നിൽക്കുകയും വെളിച്ചം സക്രിയമാവുകയും ചെയ്യണം. അത് പ്രവർത്തനക്ഷമമാവുകയും ഇരുട്ട് പ്രവർത്തനരഹിതമാവുകയും വേണം. എങ്കിലേ ഒരു മനുഷ്യൻ ഇൻസാനുൽ കാമിൽ സമ്പൂർണ്ണ മനുഷ്യനാവുകയുള്ളൂ. അതാണ് ബായിൽ നിന്ന് സീനിലേക്കാണ് മനുഷ്യന്റെ യാത്ര. ഇരുട്ടിൽ നിന്ന് സീന് വെളിച്ചത്തിന്റെ അക്ഷരമാണ്. യാസീൻ അല്ലെ, സീന് വെളിച്ചത്തിന്റെ അക്ഷരമാണ്. സീന് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അറിവിന്റെ രഹസ്യം, സിറാണത് സൂചിപ്പിക്കുന്നത്. അതാണ് സീനിന്റെ ഉദ്ദേശം. സീന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കെൻസ്, നിധിയാണത്, അറിവിന്റെ നിധിയാണത്. അതാണ് ബ എന്ന ഇരുട്ടിന്റെ അക്ഷരത്തിൽ നിന്ന് മനുഷ്യന്റെ അറിവിന്റെ നിധിയാവുന്ന രഹസ്യത്തിലേക്ക് അവനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ബിസ് എന്നിട്ട് പറയണം. മീം എന്നുള്ളത് മൂസയെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് ബിസ്മ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം. അല്ലാഹു എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ സത്യമാണ്. ആ അല്ലാഹുവിലേക്കുള്ള യാത്രയാണ് മൂസ നടത്തുന്നത്. ഇരുട്ടിലായിരുന്ന മൂസ അവിടെ നിന്ന് അറിവിന്റെ രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയാണ് മൂസ നടത്തുന്നത്. ആ യാത്ര മസ്ഉൽ ഹറം മുതൽ മസ്ഉൽ അഖ്സ വരെയാണ് ആദ്യത്തെ യാത്ര. ഇസ്രായുണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇസ്രായുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. ഇസ്രായു വൈജ്ഞാനികമായ യാത്രയാണെന്ന് മാത്രം, അല്ലാതെ ശാരീരികമായ യാത്രയല്ല. ഒരു കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്കുള്ള യാത്രയുമല്ല. ഇസ്രായേൽ ഖുർആനികമായി വൈജ്ഞാനികമായി നാം വായിക്കുകയാണെങ്കിൽ അറിവിന്റെ ഭൂമികയിൽ നിന്ന്, അതാണ് മസ്ജിദുൽ ഹറം. അവിടെ പരിധികളും പരിമിതികളുമുണ്ട് ആ വിജ്ഞാനത്തിന്റെ തലത്തിൽ. അതാണ് ഹറമ എന്ന് പറയുന്നത്. തടസ്സമുണ്ട്. അറിവിന്റെ ഒരുപാട് തടസ്സങ്ങളുടെ മേഖലയിൽ നിന്ന് അറിവിന്റെ അനന്തതയിലേക്കുള്ള യാത്രയാണ് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര. അതാണ് അഖ്സ എന്ന് പറഞ്ഞ അനന്തമായ അങ്ങേ അറ്റമില്ലാത്ത യാത്ര. അത് അവിടെ എത്തുമ്പോൾ മനുഷ്യബുദ്ധി അവിടെ വെച്ച് അവസാനിക്കും. ഇനി അവിടുന്ന് അങ്ങോട്ട് മനുഷ്യന്റെ ചിന്തക്ക് പോകാൻ ഇനി കഴിയില്ല. അവിടെ യാത്ര അവസാനിക്കാൻ, അവിടെ നിന്ന് ഇനി ബുദ്ധിക്ക് യാത്രയില്ല. അവിടെ നിന്ന് ഇനി കൽബിനും റൂഹിനും മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് കയറുക. അള്ളാഹുവിലേക്ക് കയറുന്നത് മനുഷ്യന്റെ കൽബും റൂഹുമാണ്. അഖല് എന്നാണ് അറബിയിൽ ബുദ്ധിക്ക് പറയാം. ആ അഖല് അവിടെ വെച്ച് യാത്ര അവസാനിക്കും. അവിടെ വൻഷക്കൽ കമർ, അത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ കമർ അതിന് സഹിക്കാവുന്നതിലപ്പുറം സഹിക്കുകയാണ്. അതാണ് വൻഷക്കൽ കമർ എന്ന് പറഞ്ഞാൽ. ഇൻഷക്ക എന്ന് പറഞ്ഞാൽ ഷക്കൽ അൻഫുസു എന്ന് പറഞ്ഞാൽ മനസ്സുകൾക്ക് താങ്ങാൻ കഴിയുന്നതിന്റെ അപ്പുറം താങ്ങുക, സഹിക്കുക. അതാണ് ഷക്കൽ അൻഫുസ എന്ന അറബിയിൽ പറഞ്ഞ. നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ മതി, ഷക്കൽ അൻഫുസ എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിന് താങ്ങാവുന്നതിന്റെ അപ്പുറം അത് ഭാരവും വഹിക്കുക, സഹിക്കുക എന്നാണ്. ഇനി അതിന്റെ അപ്പുറത്തേക്ക് ആ മനസ്സിന് സഹിക്കാൻ കഴിയില്ല, വഹിക്കാൻ കഴിയില്ല. എന്നതുപോലെ തന്നെ മനുഷ്യന്റെ ബുദ്ധിക്ക് പരമാവധി സഹിക്കാവുന്ന, വഹിക്കാവുന്ന അറിവിന്റെ മാക്സിമം വഹിച്ചു കഴിഞ്ഞാൽ, അതിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർവഹിച്ചു കഴിഞ്ഞാൽ, അതാണ് വൻഷക്കൽ കമർ. ഇക്കത്തറപ്പത്തി സാഅത്തു, അവിടെയാണ് സാഅത്ത് അടുക്കുന്നത്. സാഅത്ത് അടുത്തു കഴിഞ്ഞാൽ
കമറ് അതിന് സഹിക്കാവുന്നതിന്റെ അപ്പുറം സഹിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേ സാഹത്തടുക്കുകയുള്ളൂ. സാഹത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല, അത് ഈസയുടെ അറിവാണ്. സാഹത്ത് എന്ന് പറഞ്ഞാൽ വഇന്നഹു ഇൽമുൻ, ഈസ വഇന്നഹു, തീർച്ചയായും ഈസ ഇൽമുൻ ലിസ്സാഅത്തി, സാഹത്തിന്റെ അറിവാണ്. അത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾക്ക്. സഹ എന്നുള്ളതിനെ തിരിച്ചു വായിച്ചാൽ ആസ് എന്നാണ് കിട്ടുക. അതാണ് ഈസ. ഒരു മനുഷ്യൻ അറിവിൽ പരമാവധി സഹയി ചെയ്ത് പരിശ്രമിച്ചവൻ എത്തുന്ന മേഖലയാണ് ഈസ എന്ന് പറയുന്നത്. അതാണ് സാഅത്ത്, സാഇ എന്ന് പറയുന്നത്. സഹ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചു, സാഇ പരിശ്രമിക്കുന്നവൻ, അവൻ പരിശ്രമിച്ചെത്തുന്ന അറിവാണ് സാഅത്ത്. അത് ആരുടെ അറിവാണ്? അത് ഈസയുടെ അറിവാണ്, സമ്പൂർണമായ അറിവാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. വഇന്നഹു ഇൽമുൻ ലിസ്സാഅത്തി, ഈസ സാഅത്തിന്റെ അറിവാണ്. ഒരു മനുഷ്യന് പരമാവധി പരിശ്രമിച്ച് എത്തിപ്പെടാൻ പറ്റുന്ന അറിവാണ്, സമ്പൂർണമായ അറിവാണ് ഈസയുടെ അറിവ്. അപ്പോ സാഅത്ത് അടുത്തു കഴിഞ്ഞാൽ കമർ ശക്ക എന്ന് പറഞ്ഞാൽ കമറിന് സഹിക്കാവുന്ന, വഹിക്കാവുന്ന പരമാവധി അത് വഹിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ചന്ദ്രന്റെ വിളരൽ മനസ്സിലായോ നിങ്ങൾക്ക്? ചന്ദ്രൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയാണ്. അതൊരാൾ ചോദിച്ചു, കമർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനുഷ്യ ബുദ്ധി എന്ന് കിട്ടുക, അങ്ങനെ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചുണ്ട്. കമറ എന്ന് പറഞ്ഞാൽ ശരിയായ കമറ് രാത്രി ഇരുട്ടിൽ നിന്ന് മനുഷ്യന് വെളിച്ചം നൽകുന്ന, നൂറ് തരുന്നതാണ്, അല്ലെ? എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിലേക്ക് വെളിച്ചം തരുന്നതാണ് എന്ത്? നമ്മുടെ ബുദ്ധിയാവുന്ന കമർ. അതാണ് കമറ എന്ന് പറഞ്ഞാൽ റമക്ക എന്നാണ് അതിനെ തിരിച്ചു വായിക്കുക. ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് തന്റെ ചിന്തയെയും നോട്ടത്തെയും കൃത്യമായി വെക്കുന്ന ഒരു അവസ്ഥക്കാണ് റമക്ക എന്ന് പറയുന്നത്. അതിന് ഒരു കൃത്യമായ ഒന്നിൽ നിന്ന് വേറിട്ട് വിശാലമായ ഒന്നിലേക്ക് ആ ചിന്തയെയും അറിവിനെയും നോട്ടത്തെയും കാഴ്ചപ്പാടിനെയും കൊണ്ടുപോകുമ്പോഴാണത് കമറ ആവുന്നത്. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അജ്ഞതയ്ക്ക്, തന്റെ ജീവിതത്തിലെ അറിവില്ലായ്മയാവുന്ന അജ്ഞതയിലേക്ക് വെളിച്ചം നൽകുന്നത് അവന്റെ ബുദ്ധിയുടെ ചിന്തയിൽ നിന്നുണ്ടാകുന്ന അറിവുകളാണ്. അതാണ് അവന്റെ കമർ. ഇനി ഈ വിഷയം ചോദിക്കണം, ഇത് മനുഷ്യന്റെ കമർ. ഇതാണ് എപ്പോഴാണ് യൗമുൽ ഖിയാമത്ത് ഉണ്ടാകുക എന്ന് അവർ ചോദിക്കുന്നു, അല്ലെ? യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, എപ്പോഴാണ് ഒരു മനുഷ്യനിൽ റൂഹും മലക്കുകളും സജീവമായി വരിക? അതാണ് യൗമുൽ ഖിയാമത്ത്. യൗമ തഖൂമു സ്സാഅത്ത് യൗമ തഖൂമു റൂഹു വൽ മലായികത്തു, അല്ലെ? അതാണ് മലക്കുകളും റൂഹും ഒരു മനുഷ്യനെ തഖൂമു മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന വേള എപ്പോഴാണോ അതാണ് അവന്റെ യൗമുൽ ഖിയാമ. അവന് മലക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിവ് മാത്രം നൽകുന്ന അവന്റെ ബുദ്ധിയുടെ കഴിവാണ് മലക്ക്. മനസ്സിലായോ? ഇലാഹിയായ ഇൽമുകൾ മാത്രം നമ്മുടെ ചിന്ത നമുക്ക് ബുദ്ധി തന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ മലക്കാണ്. ദൈവികമായ ആത്മീയമായ ചൈതന്യം നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് നമ്മുടെ റൂഹുമാണ്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ യൗമുൽ ഖിയാമത്താണ്. അത് എപ്പോഴാണെന്ന് അവർ ചോദിക്കുന്നു. അത് എപ്പോഴാണ്? ജുമിഅ ശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂടണം. അവനിലെ ബുദ്ധിയും അവനിലെ ആത്മാവും അവനിലെ റൂഹും ഒരുമിച്ച് കൂടി അവനെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് അവനിൽ യൗമുൽ ഖിയാമത്ത് ഉണ്ടാവുക. ഇതാണ് യൗമുൽ ഖിയാമത്ത്. ഈ മരിച്ചിട്ടുള്ള യൗമുൽ ഖിയാമത്ത് അതിന് നമ്മൾ എതിരല്ല. അത് ഇതൊക്കെ പറയുമ്പോൾ ഒരാൾ ചോദിക്കും, അപ്പൊ മനുഷ്യൻ മരിച്ചിട്ട് പിന്നെ ജീവിതമില്ലേ? ഞാൻ പറഞ്ഞു, മനുഷ്യൻ മരിക്കുന്നില്ല. അത് പറഞ്ഞല്ലോ, ഈസ പറഞ്ഞില്ലേ, വസ്സലാമു അലയ്യ യൗമ ഉലിത്തു വയൗമ അമൂത്തു വയൗമ ഉബ്അസു ഹയ്യ. എവിടെ മരണം? വസ്സലാമു അലയ്യ യൗമ ഉലിത്തു, മറിയം എനിക്ക് ജന്മം നൽകിയപ്പോൾ, വയൗമ അമൂത്തു, എന്നിലെ
എന്നിലെ പൈശാചികത മരിക്കുമ്പോൾ വയൗമ ഉബ്അസു ഹയ്യ, എന്നിട്ട് ഞാൻ ജീവനുള്ളവനായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് രക്ഷയുണ്ട്. എവിടെ മരിക്കണേ? പിന്നെ മരണമില്ല. അതാണ് വയൗമ ഉബ്അസു ഹയ്യ എന്ന് പറയുന്നത്. അവിടെ ഹയാത്തേ ഉള്ളൂ, പിന്നെ മൗത്ത് പറയണില്ല ഈസക്ക്. അതാണ് വസ്സലാമു അലയ്യ യൗമ ഉലിത്തു വയൗമ അമൂത്തു വയൗമ ഉബ്അസു ഹയ്യ. ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം നമുക്കൊക്കെ. ആത്മീയമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ആത്മീയമായ ഞാറ് നമ്മുടെ ഉള്ളിൽ നിന്ന് കത്തിയാൽ 100 കിട്ടും നമുക്ക്. ഞാൻ ഈ ബിസ്മിയുടെ അർത്ഥം പറഞ്ഞിട്ട് ഒരു മുസ്ലിം സുഹൃത്ത് അവര് ഗീത ഇതന്നെയാ പറയുന്നത്. ഞാൻ പറഞ്ഞു ഗീത ഇതാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല, ഖുർആനിൽ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്, ഗീത എനിക്കറിയാം. ഇതാണ് പറയുന്നതെങ്കിൽ വളരെ നല്ലതും ഒക്കെ. വേറൊരു ടീച്ചർ വന്നിട്ട് വന്ന് എനിക്ക് നിങ്ങളെ കാൽക്കലൊന്ന് വീഴണം, എന്റെ കാൽക്കലൊന്നും വീഴണ്ട, നിങ്ങൾ ഖുർആൻ അള്ളാന്റെ കാൽക്കൽ വീണാൽ മതി, വേറെ ഒന്നപ്പോ അതിന് പറയാനൊന്നുമില്ല. ഇതെന്താണെന്ന്, ഇത് ഒരു മനുഷ്യന്റെയും കാൽക്കൽ വീഴേണ്ട പ്രശ്നമല്ല. ഇത് അള്ളാഹുവിനെ തിരിച്ചറിയുന്ന യാത്രയാണ്. ഈ തിരിച്ചറിവ് ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതം ധന്യമായി. അത്രേ നമുക്ക് ഈ പറയാനുള്ളൂ. നിങ്ങൾ ഒരു മനുഷ്യനും തെരഞ്ഞു വരണ്ട, ആരെടുത്തും നിങ്ങൾ അഡ്രസ് ചോദിക്കും വേണ്ട. നിങ്ങളുടെ അള്ളാഹുവിനെ നിങ്ങൾ തിരിച്ചറിയുക. ആ സത്യത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നീട് മരണമില്ല. അവന്റെ ജീവിതത്തിൽ സുഖമേ ഉള്ളൂ, സന്തോഷമേ ഉള്ളൂ. ഈ ഒരു തിരിച്ചറിവ് കൊടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമേ നമുക്കുള്ളൂ. അതാണ് ബിസ്മില്ല. അള്ളാഹുവിന്റെ ഈ ഇരുട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ അറിവിന്റെ നിധി തേടിയിട്ടുള്ള ഈ യാത്രയാണ് ബിസ്മില്ല. അതാണ് അള്ളാഹുവിനെ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് പിന്നീട് അവൻ ഒരു കടലാസ് പോലെയാവും. പിന്നീട് അവന് വെയിറ്റില്ല. മറ്റത് ഞാൻ എന്തൊക്കെയാണ് എന്ന തോന്നലാണ് ഓരോരുത്തർക്കും. ഒന്നുമല്ലെന്ന് അവൻ തിരിച്ചു. അതാണ് നഫ്സും വാഹിദെന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കറിയാം എവിടെയാണ് മനുഷ്യൻ നിൽക്കുന്നതെന്ന്. ആ ഒരു അത്യുന്നതമായ തലത്തിലേക്കാണ് മനുഷ്യന്റെ തിരിച്ചുപോക്ക്. ആ നഫ്സും വാഹിദയിലേക്കുള്ള തിരിച്ചുപോക്കാണ് മനുഷ്യൻ. അവിടുന്ന് അവൻ റിജാലും നിസാവുകളുമായി മാറിയതാണ്. അത് പിന്നെ ഞാൻ വിശദീകരിക്കാം. അത് മാത്രം പറയാൻ എനിക്കൊരു 1.5 മണിക്കൂർ നിങ്ങൾ തരണം. വെറും നഫ്സും വാഹിദ ഉമ്മത്തും വാഹിദ എന്ന് പറയുന്നു. എവിടെ മനുഷ്യൻ ഒരൊറ്റ മനസ്സാണ്, ഒരൊറ്റ നഫ്സേ മനുഷ്യനുള്ളൂ. അവിടെ നിന്ന് വേർപിരിഞ്ഞു പോന്നതാണ് മനുഷ്യൻ, അല്ലേ? 2 ദിവസം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടു, മനുഷ്യനെ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നു. കമാ ബദഅനാ ഖൽഖഹു, ഞാൻ അവന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണോ തുടങ്ങിയത് അവിടേക്ക് ഞാൻ നുഈദുഹു, അവനെ തിരിച്ചു കൊണ്ടുവരും. ഇവരെന്താ എഴുതിക്കണം? മരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് മണ്ണിട്ടു. നമ്മൾ ജനിച്ചപ്പോഴെന്താ നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല നമ്മുടെ മനസ്സിൽ. മനുഷ്യൻ എന്ന ഒരൊറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ, അല്ലേ? ഒരു കുട്ടിയുടെ മനസ്സ്, അതാണ് കുട്ടിയുടെ മനസ്സ്. ഒരു കുട്ടിയാവുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ശത്രുക്കളില്ല, പകയില്ല, വിദ്വേഷമില്ല. അവനിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ. അവനിൽ പാരമ്പര്യങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടില്ല. അവനിൽ സമൂഹത്തിന്റെ അഴുക്കുകളൊന്നും ആ കുട്ടിയെ ബാധിച്ചിട്ടില്ല, അല്ലേ? ഉണ്ടോ? ഒന്നും ബാധിച്ചിട്ടില്ല. ആ കുട്ടിയിൽ കളങ്കമില്ല, നുണ പറയില്ല ആ കുട്ടി. പിന്നീട് അവന്റെ മാതാപിതാക്കളും സമൂഹത്തിന്റെ അഴുക്കുകളും പാരമ്പര്യത്തിന്റെ ജീർണതകളും ആ കുട്ടിയിൽ സ്വാധീനം ചെലുത്തുകയാണ്. അവനിൽ നഫ്സുൻ അമ്മാറത്തും ബിസ്സൂ വരികയാണ്. അവനിൽ നഫ്സുൻ അമ്മാറത്തും ബിസ്സൂ എന്നു തിന്മ കൽപ്പിക്കുന്ന മനസ്സ് അവനിൽ ഉടലെടുത്തു. തിന്മ കൽപ്പിക്കുന്ന, അതുവരെ തിന്മ കൽപ്പിക്കുന്ന മനസ്സ് അവനിലില്ല. അള്ളാഹു പറഞ്ഞു, ഉഖ്തുലൂ അൻഫുസകും, ആ മനസ്സിനെ നിങ്ങൾ കൊല്ലുക. ഉഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ആ മനസ്സിനെ കൊന്നുകളയുക, അതിനെ നിഷ്ക്രിയമാക്കുക. ഖുർആനിലെ കിതാൽ അതാണ്.
ഖുർആനിലെ കിത്താൽ എന്ന് പറഞ്ഞാൽ നമ്മളിലെ കൽബിയായ ജഹലിയായ അജ്ഞതയുടെയും നെഗറ്റീവിസത്തിന്റെയും ചിന്തകളും പ്രവർത്തനങ്ങളും എന്തൊക്കെയുണ്ടോ അതിനെ നിഷ്ക്രിയമാക്കുക. അതാണ് ഖുർആനിലെ കിത്താൽ എന്ന് പറഞ്ഞാൽ. ഇനി അതിനപ്പുറത്തൊരു കിത്താലിന്നില്ല. അതാണ് ആ കുട്ടി അവൻ അമ്മാറത്തും ബിസു തിന്മ കൽപ്പിക്കുന്ന മനസ്സ് അവനിൽ ഉടലെടുക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു ഒക്കത്തുലു അമ്പുസക്കും നിങ്ങൾ നിങ്ങളുടെ നെഫ്സിനെ കൊല്ലുക. അങ്ങനെ അവൻ അതിനെ കൊന്നുകഴിഞ്ഞാൽ അവന്റെ ബുദ്ധി സജീവമായി പ്രവർത്തനക്ഷമമാവുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ അറിവുകൾ തേടിയുള്ള അലയലായി ആ അറിവുകൾ അവൻ തന്നെ ദൈവികമായ യാഥാർത്ഥ്യത്തിലെത്തിയാൽ അവൻ ഒരു പുതിയ ആദ്യത്തെ ആ സൃഷ്ടിപ്പിലേക്ക് അവൻ തിരിച്ചു വരികയാണ്. അതാണ് ഞാൻ അവനെ പഴയ ആ സൃഷ്ടിപ്പിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ആദം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്? എപ്പോഴാണ് ആദം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് എന്നൊരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓരോരുത്തരും തീരുമാനിക്കുക എപ്പോഴാണ് നീ നിന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. ഞാൻ ഇറങ്ങിപ്പോന്ന സമയത്തല്ല നിങ്ങൾ ഇറങ്ങിപ്പോന്നിട്ടുണ്ടാകും. ഓരോരുത്തരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന കാലാവധി വ്യത്യാസമുണ്ട്. അത് അവനവനനുസരിച്ച് വ്യത്യാസപ്പെടും. ഞാൻ ചിലപ്പോ മദ്രസിൽ ചേർന്ന അന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ തുടങ്ങിയിട്ടുണ്ടോ? അത് ചിലപ്പോ മാതാപിതാക്കളിൽ നിന്ന് തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ തുടങ്ങിയിട്ടുണ്ടാകും ഓരോരുത്തർ. അയൽവാസിയെ ശത്രുവായി ചൂണ്ടിക്കാണിക്കുന്നു, വെല്ലിപ്പാനെ ശത്രുവായി ചൂണ്ടിക്കാണിക്കുന്നു, ജ്യേഷ്ഠനെ ശത്രുവായി ചൂണ്ടിക്കാണിക്കുന്നു. അവൻ നമ്മുടെ വിശ്വാസക്കാരനല്ലെന്ന് ചൂണ്ടിക്കാണിക്കുന്നു, അവൻ നമ്മുടെ എതിരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പിതാക്കളിൽ നിന്ന് മാതാക്കളിൽ നിന്ന് ചിലപ്പോൾ ആ സ്വർഗത്തിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക് തുടങ്ങിയിട്ടുണ്ടാകും. ഇനി ആ സ്വർഗത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് നമുക്ക് വേണ്ടത്. ഇനി ആ സ്വർഗത്തിലേക്ക് തിരിച്ചു കയറണം. അതാണ് ഹുബൂത്ത് റഫൾ. ഹുബൂത്ത് എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോന്നു. ഇനി ഈസയിലൂടെ റഫൾ കയറി പോകണം. ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ആകത്തുക. ഇത് ആണ് ഖുർആനിന്റെ വായന. ഇതാണ്. ഇതിനപ്പുറത്ത് ഖുർആനിന് ഇനി ഒരു വായന ഉണ്ടെങ്കിൽ വായിച്ചോളി, കുഴപ്പമൊന്നുമില്ല. ഇതാണ് വൈജ്ഞാനികമായ ഖുർആനിന്റെ വായന. അതാണ് ബിസ്മ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അവിടെ നിന്ന് അള്ളാഹുവിലേക്ക്. ആ അള്ളാഹു ആരാണ്? റഹ്മാനും റഹീമും. റഹ്മാൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് റഹ്മാന്. ഒരർത്ഥം അവൻ മളുമൂനുൽ ഇൻസാനുൽ കാമിലാവുക, ഒരു സമ്പൂർണമായ മനുഷ്യന്റെ എന്തൊക്കെ ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ സമ്മേളിക്കുന്നുവോ ഉൾക്കൊള്ളുന്നുവോ അതാണ് റഹ്മാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഖുർആനി പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് വലതാനി കിതാബാനി കലമാനി എന്ന് പറയുന്നത് പോലെ രണ്ട് റഹ്മിന്റെ ആള് എന്ന അർത്ഥത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നും ചോദിക്കാതെ, ഒന്നും ആവശ്യപ്പെടാതെ ഒരു മനുഷ്യന് ആവശ്യമായത് മുഴുവൻ ഒരു റഹ്മ് എന്ന് പറയുന്ന ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അവന് കൊടുത്ത അള്ളാഹു, എല്ലാ ആവശ്യങ്ങളും കൊടുത്ത അള്ളാഹു. അല്ലെ? ആദ്യക്ക് നിസ്കരിച്ചാലേ അള്ളാഹു തരുള്ളൂ എന്നൊരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അനക്ക് ഉമ്മയുടെ ഗർഭപാത്രത്തിലാവുമ്പോൾ നിസ്കരിച്ചിട്ടാ തന്നത്? അനക്ക് വേണ്ടതൊക്കെ, നമുക്ക് വേണ്ടതൊക്കെ തന്നത് അല്ലല്ലോ. ഒരു നിസ്കാരമില്ല, ഒരു ദുആയില്ല, ഒരു തസ്ബീഹില്ല, ഒരു തഹ്മീദും ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ആവശ്യമായത് മുഴുവൻ തന്നു. ഒരു ദുആയുണ്ടായിട്ടില്ല, ഒരു നിസ്കാരം ഉണ്ടായിട്ടില്ല. എന്നതുപോലെ തന്നെ ഈ പ്രപഞ്ചമാവുന്ന റഹ്മ് ഗർഭപാത്രത്തിലേക്ക്, കാരുണ്യത്തിന്റെ പാത്രത്തിലേക്ക് നീ ഇറങ്ങി വന്നാൽ ഇവിടെയും നിനക്ക് അവൻ വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താണ് വേണ്ടത്? അതൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ മനുഷ്യൻ അത് കണ്ടെത്തിയാൽ മതി. എന്തൊക്കെ വേണോ ഈ പ്രപഞ്ചത്തിൽ നിനക്ക്, അതൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആവശ്യം വന്നപ്പോഴൊക്കെ അവനത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യം വന്നിട്ടില്ല, അപ്പൊ കിട്ടിയിട്ടുമില്ല. വിമാനം മനുഷ്യൻ ആവശ്യമായി വന്നപ്പോൾ അത് കിട്ടി, അല്ലെ? ഒരു 100 വർഷം മുമ്പുള്ള മനുഷ്യനത് ആവശ്യമില്ല, അവന് ചിന്തിക്കാൻ പോലും കഴിയില്ല അങ്ങനത്തെ ഒന്ന്.
അപ്പൊ അവനെ കിട്ടിയില്ല. എന്താവശ്യം വന്നോ അത് നിനക്കിവിടെയുണ്ട്. അപ്പോ ഈ രണ്ട് ഗർഭപാത്രവും ഈ കാരുണ്യത്തിന്റെ രണ്ട് പാത്രവും ഒരുക്കിയവൻ എന്ന അർത്ഥത്തിൽ റഹ്മാൻ എന്നുള്ളത്. അതാണ് റഹ്മ് ആണ് തുടക്കം, പിന്നെ റഹീം, പിന്നെ റഹ്മാൻ, ഇങ്ങനെയാണ് പോകുന്നത്. മാലക്കും ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം, റഹ്മാനും റഹീമുമല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്ക് ഇല്ലേ ഇല്ല. നമ്മുടെ ഇലാഹ് റഹ്മാനും റഹീമ മാത്രമേ ഉള്ളൂ, വേറൊരു ഇലാഹ് നമുക്കില്ല. അപ്പൊ കുല്ലാഹു റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് ഇല്ലേന്ന് ചോദിച്ചു. ഇലാഹിന്നാസ് നമ്മക്കല്ല, അത് ഫിറഔനാണ്. അത് പിന്നെ പറഞ്ഞു കേട്ടോ. ഇലാഹുന്നാസ് ഫിറഔനാണ്. കുല്ലഅഊദു ബിറബ്ബിൽ ഫലക്കാണ് മൂസക്കുള്ളത്. അത് ഇലാഹുന്നാസ് അത് ഇബ്ലീസ് വസ്സാക്കിയതാണ്. അത് തിരിച്ചിട്ടതാണ് ഇബ്ലീസിന്. ശരിക്ക് എന്താണ് വേണ്ടത്? അർ-റഹ്മാനുർ ഇലാഹ്, റബ്ബ്, ഇലാഹ്, മാലിക്. ഇതാണ് ഖുർആനിന്റെ ക്രമം. അള്ളാഹുവിന്റെ ക്രമം ഇങ്ങനെയാണ് വേണ്ടത്. അർ-റഹ്മാനുർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ-റഹ്മാനുർ റഹീം, മാലിക് യൗമിദ്ദീൻ. അപ്പൊ റബ്ബ്, ഇലാഹ്, മാലിക്. അല്ല കുല്ലാഹു റബ്ബിന്നാസിൽ എങ്ങനെയാണ്? റബ്ബിന്നാസ്, ഇലാഹിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹ്. മലിക്കിനെ മുമ്പ് കൊണ്ടുവന്നു, റബ്ബിനെ അവന് മലിക്കാക്കി. അത് വേറെ വിഷയമാണ്. അടുത്ത 1-2 ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനത് വിശദീകരിക്കാം. എന്താണ് അവിടുത്തെ പ്രശ്നം? അവന് വസ്തു ചെയ്തതാണ്, തിരിച്ചിട്ടതാണ് പരിപാടി. വസ് എന്നുള്ളതിന്റെ വില 66, ജബൽ എന്നുള്ളതിന്റെ വില 66, അള്ളാഹു എന്നുള്ളതിന്റെ വിലയും 66. അത് ഈ ലിസാനുൽ അറബാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. അള്ളാഹു എന്ന അക്ഷരങ്ങളുടെ വില കൂട്ടിയാൽ 66. അൽ ജബൽ, മല എന്ന് പറയുന്ന അജ്ഞതയുടെ മലയുടെ വിലയും 66. പിശാചിന്റെ വസ്തിന്റെ വിലയും 66. ഏത് വേണം നിങ്ങൾക്ക്? വാ എന്നുള്ളത് 6, സീന 60, 66. വസ് ഏതാണ് വേണ്ടത് എന്നാണ് അള്ളാഹു തീരുമാനിച്ചത്. നിങ്ങൾക്ക് അള്ളാഹു വേണോ, പിശാച് വേണോ? അജ്ഞതയുടെ മല വേണോ, സർവവിജ്ഞാനവും തരുന്ന അള്ളാഹു വേണോ എന്നാണ് ഈ ചോദ്യം. അത് വേറെ വിഷയമാണ്, അവിടേക്ക് ഇപ്പൊ നിങ്ങൾ പോകേണ്ട, ശ്രദ്ധ പോണ്ട. അപ്പോ റഹ്മാനുർ റഹീം, റഹീം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന്റെ പ്രതിരൂപമായി ഒരാൾ എപ്പോൾ മാറുന്നുവോ അവനാണ് റഹീം. അവനിൽ റഹീം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ റഹീം എന്ന് പറയുന്നതും റഹ്മാൻ എന്ന് പറയുന്നതും നമ്മിലെ ഗുണങ്ങളാണ്, ഔസാഫുകളാണ്, നാം നേടേണ്ട ഗുണങ്ങളാണ്. മനസ്സിലായോ? കുലിദുർ റഹ്മാൻ, നിങ്ങൾ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക. അബിദുള്ള, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചുകൊള്ളുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അപ്പൊ അസ്മാഉൽ ഹുസ്ന അള്ളാഹ്ക്കുള്ളതാണ്. റബ്ബിന് അസ്മാവ് മാത്രമേ ഉള്ളൂ, ഹുസ്നല്ല. എന്ത് ഖുർആനിൽ ഞാൻ പറയുമ്പോ അല്ലമ ആദമല്ല അസ്മാ ഉല്ല, അസ്മാവുകളെ ഹുസ്നയിലേക്ക് എത്തിയിട്ടില്ല. അവിടേക്ക് എത്തണമെങ്കിൽ അള്ളാഹുവിനാണ് അതുള്ളത്, റഹ്മാനുമാണ് അതുള്ളത്. അപ്പൊ നാം നേടേണ്ട ഗുണങ്ങളാണത്, അല്ലെ? അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയുമ്പോഴും റബ്ബിന്റെ വിശേഷണങ്ങൾ പറയുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം. അവിടേക്ക് റബ്ബിന്റെ വിശേഷണങ്ങളെക്കാൾ ഒരു പടി മുന്നിലാണ് അള്ളാഹുവിന്റെ വിശേഷണം പറയാം. റബ്ബ് അസ്മാവുകൾ പഠിപ്പിച്ചെങ്കിൽ അള്ളാഹു അസ്മാഉൽ ഹുസ്നയാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അത് ഓരോ കാര്യങ്ങളും നിരവധി കാര്യങ്ങൾ ഖുർആനിൽ പറയാൻ കഴിയും. അള്ളാഹു ബദീറാണ്, എന്നാൽ ഖാലിഖ് റബ്ബാണ്. വ്യത്യാസം മനസ്സിലായെന്നാൽ നമ്മെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ബുദ്ധിയാണെങ്കിൽ, നമ്മുടെ ചിന്തയാണെങ്കിൽ, ചിന്തയിൽ ദൈവത്തിന്റെ ഇടപെടലാണെങ്കിൽ, അള്ളാഹുവിന്റെ ഇടപെടലാണെങ്കിൽ, പുതിയ പുതിയ അറിവുകൾ നമ്മിലേക്ക്
പതിയെ ഇബ്ദാഅ് ചെയ്യുന്നത്, പുതിയ പുതിയ ജ്ഞാനങ്ങൾ, പുതിയ പുതിയ തലത്തിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് അല്ലാഹുവാണ്. അല്ലാഹു ബദീഉസ് സമാവാതി വൽ അർള്. ഖുർആൻ പറഞ്ഞത് അല്ലാഹു ബദീഉസ് സമാവാതി വൽ അർള്, എന്നാൽ റബ്ബ് ഖാലിഖുസ് സമാവാതി വൽ അർള്. അത് കുറച്ച് മാറ്റുണ്ട്. അതായത് നശ്അത്ത്, ഖൽഖ്, ജഅല്, ഇങ്ങനെയാണ് അല്ലാഹു റബ്ബിന്റെ പണി പോകണം. ഒന്ന് ഒരു വസ്തു ഇവിടെ ഉണ്ട്, നശ്അത്തുൽ ഊല, ഒന്നാമത്തെ രൂപപ്പെടല്. ഇനി അത് ആ ഗുണം നമ്മിൽ സൃഷ്ടിച്ചെടുക്കുക, അത് ഖൽഖ്. പിന്നെ നമ്മളെ അവിടുന്ന് മാറ്റിക്കൊണ്ടുവരിക, അത് ജഅല്. ഇന്നത്തെ മുഫസ്സിരീങ്ങൾ മൂന്നും ഒന്നെ. നശ്അത്ത് എന്ന് പറഞ്ഞാലും സൃഷ്ടിപ്പ്, ഖൽഖ് എന്ന് പറഞ്ഞാലും സൃഷ്ടിപ്പ്, ജഅല് എന്ന് പറഞ്ഞാലും സൃഷ്ടിപ്പ്. ഇനി ജാഹിലും പിള്ളേരുടെ ഖലീഫ എന്ന് പറഞ്ഞാൽ ഞാൻ ഖലീഫനെ സൃഷ്ടിക്കാൻ പോവുകയാണ്, അല്ല, അതും ഖലീഫയാക്കി മാറ്റുകയാണ്. അപ്പൊ ഖുർആനിലൊരു ക്രമമുണ്ട്, നശ്അത്ത്, ഖൽഖ്, ജഅല്. ഇങ്ങനെ ഖുർആനിന് അതിൻ്റെതായ ഒരു ക്രമമുണ്ട്. നശ്അത്തുൽ ഊല എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ പ്രപഞ്ചത്തിലെ ഈ ആശയം ഇവിടെ ഉണ്ട്, അത് നശ്അത്തുൽ ഊല. ആ ആശയത്തിനനുസരിച്ച് നമ്മെ രൂപപ്പെടുത്തിയെടുക്കുക ഖൽഖ്. ഇനി അവിടെ നിന്ന് നമ്മളെ ഒന്ന് വേറൊന്നാക്കി മാറ്റുക, അത് ജഅല്. ഇതാണ് ഇങ്ങനെ മാറ്റുണ്ട്. അപ്പൊ വിഷയം കുറച്ച് പോയപ്പോ, അപ്പൊ റഹ്മാനും റഹീം എന്ന് പറയുമ്പോൾ ആദ്യം റഹ്മ്, കാരുണ്യത്തിന്റെ പാത്രം, അതാദ്യം സൃഷ്ടിച്ചുവല്ല. അതാണ് നുഖിറും ഫിൽ അർഹാമി മാ നശാഉ. അവന്റെ കാരുണ്യത്തിന്റെ ആ പാത്രത്തിൽ ഞാൻ എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ അവിടെ സ്ഥിരപ്പെടുത്തി വെക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ അതും അതാണ് നുഖിറു മാ ഫിൽ അർഹാമി മാ നശാഉ എന്ന് ഖുർആൻ പറഞ്ഞു. അവന്റെ അർഹാമിൽ, ഇവര് ഗർഭപാത്രത്തിൽ നിന്നാണ് വെച്ചിരിക്കുന്നത്. അർഹാമ് എന്നുള്ള ഗർഭപാത്രമല്ല, നമ്മിൽ കാരുണ്യത്തിന്റെ തലമുണ്ട് മനുഷ്യനിൽ. ആ കാരുണ്യത്തിന്റെ തലത്തിൽ എന്തൊക്കെ അവനിൽ ആ കാരുണ്യത്തിന്റെ ഗുണങ്ങളായി തെറ്റ് ചെയ്യണോ അതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവനിൽ തെറ്റ് ചെയ്യും. പിന്നീട് അത് ഒരു മനുഷ്യനെ ഖൽഖ് ചെയ്യുന്ന, സൃഷ്ടിച്ചെടുക്കുന്ന പടിപടിയായിട്ടുള്ള ആ സൃഷ്ടിപ്പിന്റെ ഒരു ഘട്ടമെത്തുമ്പോഴാണ് അവനിൽ കാരുണ്യം തെറ്റ് ചെയ്യുന്നത്. ഇവരെ ഗർഭപാത്രത്തിലുള്ള കുട്ടിയുടെ വളർച്ചയാണ് അവർ പറയുന്നതല്ല, ഒരു മനുഷ്യൻ രൂപപ്പെടുകയാണ് അവര്. ആ രൂപപ്പെടുമ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ പിന്നീട് അവിടെ വെച്ച് അവനിൽ കാരുണ്യത്തിന്റെ ഗുണങ്ങൾ സെറ്റ് ചെയ്യാം. കാരുണ്യത്തിന്റെ ഗുണങ്ങൾ അവനിൽ വരികയാണ്. അപ്പോഴാണ് അവൻ ഇൻസാൻ എന്ന് പറയുന്ന മനുഷ്യനിലേക്ക് എത്തുന്നത്. അതുവരെ അവന് നാസിലാണ്, അല്ലെങ്കിൽ ഇൻസിലാണ്, അല്ലെങ്കിൽ ജിന്നിലാണ്. അവൻ ഇൻസാനിലേക്ക് എത്തിയിട്ടില്ല. നാസ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ പടിയാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. അത് നമ്മിലെ സ്വഭാവങ്ങളാണ് നാസ് എന്നുള്ളത്. ഞാൻ പറഞ്ഞെന്നാണ് നിങ്ങൾക്കില്ലേ. നാസ് എന്ന് പറയുന്നത് നമ്മിലെ മനസ്സിന്റെ ഗുണങ്ങൾ, നെഫ്സിന്റെ ഗുണങ്ങൾ, കൽബിന്റെയോ റൂഹിന്റെയോ അഖിലിന്റെയോ ഗുണങ്ങളല്ല, നെഫ്സിന്റെ ഗുണങ്ങളാണ് ഏത് അന്നാസ് എന്നുള്ളത്. അതിൽ പകയുണ്ട്, വിദ്വേഷമുണ്ട്, അസൂയയുണ്ട്, ഫിബറുണ്ട്, ശത്രുതയുണ്ട്. എന്തൊക്കെ ഗുണങ്ങൾ ആ നെഫ്സിൽ നിന്ന് വരുന്നുവോ ആ ഗുണവിശേഷങ്ങളുടെ ആകത്തുകയാണെന്ത് അന്നാസ്. ആ അന്നാസിൽ നിന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് ആ നാസിന്റെ ഇടയിലുള്ള അലിഫിനെ മാറ്റി അവൻ ഇൻസ് ആകണം, ഇൻസ് ജിന്നാകണം. ഈ ഇൻസ് ജിന്ന് അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കുന്ന രംഗത്ത് വിജയിച്ചു കഴിഞ്ഞാൽ അവൻ ഇൻസാനിലേക്ക് പോകും. അല്ലെങ്കിൽ അവൻ വെറും ഇൻസിന്റെയോ ജിന്നിന്റെയോ ഫലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കും. ഏതാണോ പരാജയപ്പെട്ടിട്ടുള്ളത്, ഇൻസാന് അവനിൽ പരാജയപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ യാ മാശറൽ ഇൻസി വൽ ജിന്നി എന്നാക്കണം. അവനിലെ ജിന്നാണ് പരാജയപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ അഭിസംബോധന യാ മാശറൽ ജിന്നി വൽ ഇൻസി എന്നാക്കണം. ഇൻസിന്റെ മുമ്പിലേക്ക് ജിന്ന് വരും. ഇൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബാഹ്യമായ ശരീരത്തിന്റെ
പ്രവർത്തനങ്ങളാണ് ഇൻസ് എന്നുള്ളത്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിചാരങ്ങളാണ് ജിന്ന് എന്നുള്ളത്. ഏതാണോ പരാജയപ്പെട്ട് നിൽക്കുന്നത്, അപ്പോൾ ഖുർആനിന്റെ അഭിസംബോധനയിൽ ആ പരാജയപ്പെട്ട് നിൽക്കുന്ന ഭാഗം ആദ്യത്തേക്ക് കടന്നു വരും. അതിന് ഖുർആനിൽ മഹ്ശറിൽ ജിന്നി വൽ ഇൻസ് പറഞ്ഞിടത്താണ് ഒരു സ്ഥലത്ത് ജിന്ന് കയറി വന്നു, മറ്റൊരു സ്ഥലത്ത് ഇൻസ് ആദ്യം കയറി വന്നു. അത് വെറുതെ കയറി വന്നതൊന്നുമല്ല, അല്ലാതെ തെറ്റിയതൊന്നുമല്ല. ഇത് രണ്ടും വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അഭിസംബോധന യാ അയ്യുഹൽ ഇൻസാൻ എന്നായിരിക്കും. പിന്നീട് മനുഷ്യനോടാണ് അഭിസംബോധന. അവിടെയാണ് ഇവൻ ഇൻസാൻ ആവുന്നത്. അതുവരെ നാസായിരിക്കും അഭിസംബോധന. ബഷർ എന്നുള്ള അഭിസംബോധന ഖുർആനിൽ എവിടെയും ഇല്ല. കാരണം ബഷർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരം മാത്രമാണ്. ഈ ബോഡി, ഈ ഫിസിക്കലായ ഈ ബോഡി ഉണ്ടല്ലോ, അത് മാത്രമാണ് ബഷർ എന്നുള്ളത്. അതുകൊണ്ട് ഈ ബഷറിനോട് മാത്രമായിട്ട് ഖുർആനിൽ യാ അയ്യുഹൽ ബഷർ എന്ന് എവിടെയും അഭിസംബോധന ഇല്ല. ഇപ്പോ ബഷറിനോട് അഭിസംബോധന ചെയ്യാതിരിക്കാനുള്ള കാരണം മനസ്സിലായോ? ബഷർ എന്ന് പറയുന്നത് ഈ ശരീരം മാത്രമാണ്. അതിൽ നഫ്സില്ല, അഖലില്ല, റൂഹില്ല, കൽബില്ല. ഇതൊന്നുമില്ലാത്ത വെറും ഫിസിക്കൽ ബോഡി മാത്രമാകുമ്പോഴാണ് അവൻ ബഷറാവുന്നത്. പിന്നീട് അവനിലെ നെഫ്സ്, അതും അതിന്റെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ കുറച്ച് ചിന്തിക്കണം. മനസ്സും മനസ്സിന്റെ സ്വഭാവ ഗുണങ്ങളും ഒരു മനുഷ്യനിൽ എപ്പോൾ വരുന്നുവോ അതാണ് അവന്റെ അന്നാസ്. അതാണ് യാ അയ്യുഹന്നാസ് എന്ന് ഖുർആനിലെ ആദ്യത്തെ അഭിസംബോധന. യാ അയ്യുഹന്നാസ്. ഇൻസാനൊക്കെ വരുമ്പോഴത്തിന് കുറെ കഴിഞ്ഞിട്ടാണ് ഇൻസാൻ കയറി വരുന്നത്. ഇൻസാനിനോടാണ് 65 ആയത്തുകൾ ഉണ്ട് ഖുർആനിൽ ഇൻസാൻ എന്ന് പറയുന്നത്. ഈ 65 ആയത്തുകളിലും ഇൻസാൻ എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ മനുഷ്യനോടാണ് അഭിസംബോധന. ഇപ്പൊ വസൈനൽ ഇൻസാന വസിയത്ത് വഹമലഹൽ ഇൻസാനു, അമാനത്ത് ഏറ്റെടുക്കുന്നത് ആരാണ്? ഇൻസാൻ. ബഷർ എവിടെ അമാനത്ത് ഏറ്റെടുക്കണില്ല. ബഷറെ നീ ഇന്നത് ചെയ്യുമെന്ന് കൽപ്പനയില്ല. ഉണ്ടോ? ഇന്നമാ അന ബഷറും മിസ്ലുക്കും, ഞാൻ ഫിസിക്കൽ ബോഡിയിൽ നിങ്ങളെപ്പോലെ തന്നെയാണ്. പക്ഷേ യൂഹായിലയ്യ, എനിക്ക് അറിവുണ്ട്, എനിക്ക് ദൈവികമായ അറിവുണ്ട്. അത് അവിടെയാണ് ഞാനും നിങ്ങളും വേറിട്ട് നിൽക്കുന്നത്. മറ്റൊരു ഫിസിക്കലൊക്കെ നമ്മൾ ഒരുപോലെ തന്നെയാണ്. നിങ്ങൾക്കുള്ള തലച്ചോറ് തന്നെയാണ് എനിക്കും, നിങ്ങൾക്കുള്ള കൈയും കാലും തന്നെയാണ് എനിക്കും, നിങ്ങൾക്കുള്ള കണ്ണെന്നെയാണ് എനിക്കും. പക്ഷേ യൂഹായിലെ എനിക്ക് ദൈവികമായ ജ്ഞാനമുണ്ട്. അവിടെയാണ് ഞാനും നിങ്ങളും വേറിട്ട് നിൽക്കുന്നു. മനസ്സിലായോ? അതാണ് കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹായിലെ. അപ്പൊ അതാണ് റഹ്മാനും റഹീമുമായ അള്ളാഹു. റഹ്മാൻ എന്ന് പറയുന്നത് മൽമൂനുൽ ഇൻസാനിൽ കാമിൽ എന്നാണ് അതിന് മുഫസ്സിറുകളായ ഖുർആനി മുഫസ്സിറുകളൊക്കെ, അല്ലാതെ ജലാലൈനെയും മറ്റേ ഈ ബൈലാവിയും മറ്റേ ഈ ഒന്നല്ല. ലോകത്ത് ഖുർആനിനെ ലിസാനുൽ അറബിലൂടെ വ്യാഖ്യാനം എഴുതിയ മുഫസ്സിറുകൾ റഹ്മാൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണനായ ഒരു മനുഷ്യന്റെ ഉള്ളിലെ ഗുണങ്ങൾ ഏതൊക്കെയുണ്ടോ അതാണ് റഹ്മാൻ. അത് നല്ല ഗുണങ്ങളാണ്. ഏറ്റവും ഉത്തമമായ ഗുണങ്ങൾ അവൻ നേടിക്കഴിഞ്ഞാൽ അവനാണ് റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാൽ ഇൻസാനിയത്ത്, മനുഷ്യത്വത്തിന്റെ പ്രതിരൂപമായി ഒരാൾ എപ്പോൾ മാറുന്നുവോ അവൻ റഹീമാണ്. അവൻ കർമ്മങ്ങളിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇയാൾ. കർമ്മപദത്തിൽ അവൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇസ്തിമ്രാറിയത്ത്. കാരുണ്യത്തിന്റെ പ്രവർത്തന മേഖലയിൽ അവൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവനിൽ അള്ളാഹു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവനിൽ അള്ളാഹു റഹീമായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ഉസ്താദുമാരിൽ ആരാണ് നിലനിൽക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. അള്ളയാണോ നിലനിൽക്കുന്നത്? റഹ്മാനാണോ നിലനിൽക്കുന്നത്? ശൈത്താനാണോ നിലനിൽക്കുന്നത് എന്ന് നോക്കിയാൽ മതി. ഈ കാരുണ്യത്തിന്റെ തത്വശാസ്ത്രം പറയുന്ന ഒരു മനുഷ്യനും ആരെയും വെറുക്കാൻ കഴിയില്ല, ആരെയും കൊല്ലാനും പോകില്ല, ആരെ തലവെട്ടാനും പോകില്ല.
അത് ഞാൻ പറഞ്ഞു, ക്രൂരനായ റബ്ബിൽ വിശ്വസിക്കുന്നവന്റെ സ്വഭാവം ക്രൂരമായിരിക്കും. അൽ മുഅ്തഖിദ് ബി റബ്ബിൽ ഖാസി, ക്രൂരനായ റബ്ബിൽ വിശ്വസിക്കുന്നവൻ യകൂനു ഖാസിൽ ഖൽബ്, അവന്റെ ഹൃദയം ക്രൂരമായ മനസ്സായിരിക്കും. കരുണാമയനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ അവൻ റഹ്മാനായിരിക്കും. എന്നിട്ട് അവനെങ്ങനെ ഒരാളെ കൊല്ലാൻ കഴിയും? കൊല്ലല് പോയിട്ട് ഒരു ആളെ പോയിട്ട് ഒരു ഉറുമ്പിനെ കൊല്ലാൻ കഴിയും. എന്നിട്ടല്ലേ റഹ്മാനും റഹീം. അപ്പൊ അതാണ് റഹ്മാനും റഹീം ആകുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്, കുറച്ച് ഇടങ്ങേറാണ് നമുക്ക് റഹ്മാനും റഹീമാകാൻ. ഒരു റഹ്മാനും റഹീമിനെ നമ്മൾ ആകാശത്ത് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് നമ്മള് ഈ റഹ്മാനും റഹീം ആകരുത് എന്നായി. നമ്മൾ ആ ഗുണങ്ങൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അവന് മൂപ്പര് എന്ത് ചെയ്യുന്നു? ആകാശത്ത് മൂപ്പരെ കൊണ്ടുപോയി അവിടെ ഇരുന്നോ, ഞങ്ങൾ വേറെ പണി നോക്കിക്കോളാന്നാണ് ഇവരെടുത്തത്. ആ വരവ് കാത്തിരിക്കുകയാണ്. റഹ്മാനും റഹീമും നമ്മളായി മാറുകയാണ് വേണ്ടത്. അള്ളാഹുവിന്റെ ഗുണങ്ങൾ ഉൾക്കൊള്ളുക. ഇത് ശരിക്കും ക്രമമാണ് കേട്ടോ. നിങ്ങൾ എത്ര അല്ലാന്ന് പറഞ്ഞാലും ഇത് ഖുർആനിന്റെ ക്രമം അങ്ങനെയാണ്. ഇതൊരു സിൽസിലയാണ്, ചങ്ങലയായിട്ടാണ് പോണത്. ഇതൊരു സിൽസിലയാണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞു, റബ്ബുൽ ആലമീൻ എന്നുള്ളത് മൂസ വരെ റബ്ബുൽ ആലമീനുള്ളൂ. മൂസ കഴിഞ്ഞാൽ പിന്നെ റഹ്മാനാണ് രംഗത്ത് വരുന്നത്, അല്ലേ? അതുവരെ റഹ്മാൻ എവിടെ? ഇബ്രാഹിമിന് റഹ്മാനില്ല, മൂസക്ക് റഹ്മാനില്ല. മറിയമിൽ എത്തുമ്പോഴാണ് റഹ്മാൻ രംഗത്ത് വരുന്നത്. ഇന്നീ നദർത്തുൽ റഹ്മാനി സൗമൻ എന്ന് പറയുന്നത്. അള്ള രംഗത്ത് വരുന്നത് ഈസയിൽ എത്തുമ്പോഴാണ്. ഇതൊരു മനുഷ്യന്റെ ക്രമമായ കയറിപ്പോക്കാണ്. വൈജ്ഞാനികമായി അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് അവൻ മെല്ലെ മെല്ലെ. ഇനി അവൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല. അവൻ അറിവിന്റെ ഭൂമികയിൽ നിന്ന് അവന്റെ ശരീരത്തിന്റെ ആ ശഹവാത്തുകളെ വിട്ട് അവൻ പറക്കുകയാണ്. അപ്പൊ ഞാൻ വരുമ്പോ ഒരു പരസ്യം കണ്ടു, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ ഞങ്ങളുടെ അടുത്തേക്ക് വരിക. ഒരാളെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പൊ മൂസക്ക് വെച്ച ചിറക് എന്താണെന്ന് മനസ്സിലായി. മൂസക്ക് ഒരു ചിറകേ ഉള്ളൂ. നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഞങ്ങൾ നൽകാം, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരും. ഇവരപ്പോ വിചാരിക്കും ഞങ്ങൾക്ക് പറക്കാനുള്ള ചിറകാണ്. മൂസക്ക് ഒരു ചിറകേ കിട്ടിയിട്ടുള്ളൂ, അല്ലേ? പിന്നെ ഒളുമും എതക്കയില്ല ജനാഹിക്കാമില്ല. ചിറകുകൾ കിട്ടണമെങ്കിൽ മലക്കാകണം. ഉലി അജ്നിഹത്തിൻ മസ്നാവ സുലാസ വറുബാ. 3, 4, 5, 2, 3, 4 ഒക്കെ ചിറകുകൾ വെച്ച് വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് പറന്നുയരാൻ മലക്കുകൾ നമ്മിൽ പ്രവർത്തിക്കണം. മസ്നാവ സുലാസൊക്കെ വറുബായിട്ട് വിശദീകരിക്കാൻ നിങ്ങളാണ് പോയി. മസ്ന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച വിജ്ഞാനങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ ആ നിസാഹുകളെ യാഥാർത്ഥ്യമാക്കേണ്ടത്. സംഖ്യവും അതാണ് മസ്ന. അല്ലദീന യുസ്നൂന ഫീ സുദൂരിഹിം, അവരവരുടെ മനസ്സുകളിൽ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതാണ് മസ്ന. യുസ്നൂന ഫീ സുദൂരി. അത് പറഞ്ഞുതരാം. പിന്നെ റുബാ എന്ന് പറഞ്ഞാൽ അതാണ് മലക്കുകൾ. ആ ഉലി അജ്നഹത്തി മസ്നാവ സുലാസ റുബ, അതേ മലക്കുകളും ഇതേ നിസാഹുകളും ഒരുപോലെയാണ് പണിയെടുക്കുന്നത്. നിസാഹുകൾക്കുണ്ട് ആ മസ്നാവ സുലാസ റുബ. അത് നമ്മിൽ നിന്ന് ഉയർന്നു വരുന്ന അറിവുകളാണ്. അത് ഒരു അടുത്ത ക്ലാസ്സിൽ. പക്ഷെ അത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം വിശദീകരിക്കാതിരിക്കാൻ കഴിയില്ല. രംഗം അതിനും കൂടി നിങ്ങൾ ക്ഷമിച്ച് ഇരുന്നേ മതിയാവും. ഒരു 10 മിനിറ്റ്. അപ്പൊ അതാണ് അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് മുഴുവൻ ഇന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞതാണ്. ശരി. അതായത് മറ്റേ ക്ലാസ്സില് ഒഴുക്ക് കിട്ടണില്ല. അങ്ങനെ ആവുമ്പോ കുറച്ച് ഒഴുക്ക് കിട്ടും. കാരണം
ശ്രോതാക്കള് മുന്നിലുണ്ടാവുമ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കാൻ തോന്നും. ഇത് ഞാൻ അങ്ങനെ മൈക്ക് ആ പോയിന്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. അൽഹംദു എന്ന് പറയുന്നത് ഹംദ് എന്ന് പറയുന്നത് അള്ളാനെ സ്തുതിക്കാനല്ല, അഹമ്മദുക്കാന്ന് പറയാനല്ല, നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയാനല്ല, സ്തുതിയല്ല. മലക്കുകൾ വരെ സ്തുതിച്ചിട്ടില്ല. സ്തുതിക്കണോ? ഇല്ല. നുസബ്ബിഹു ബിഹംദി റബ്ബിക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. നിന്റെ ഹംദ് കൊണ്ട് ഞങ്ങൾ തസ്ബീഹ് ചെയ്യാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മലക്കുകൾക്ക് വരെ സ്തുതിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമുക്ക് അല്ലാഹനെ സ്തുതിക്കാൻ കഴിയില്ല. അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞ ഹംദിന്റെ അവകാശം അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറയണ്ടേ? അൽഹംദുലില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. അഹമ്മദുക്കാനോ അഹമ്മദുക്ക എന്നോ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരാൾ പറഞ്ഞിട്ട് ഇനി കേസ് കൊണ്ടൊന്നും കേസ് കൊടുക്കൊന്നുമില്ല. ഖുർആനിൽ എവിടെയും ആരും അള്ളാഹുവിനെ അഹമ്മദുക്ക നിന്നെ ഞാൻ സ്തുതിക്കുന്നു റബ്ബേ, അല്ലെങ്കിൽ നഹമ്മദുക്ക നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു റബ്ബേ എന്നെവിടെയും പറഞ്ഞിട്ടില്ല. ആ ഹംദിനുള്ള അവകാശം അള്ളാഹ്ക്ക് മാത്രമാണ്. അള്ളാഹ്ക്കാണ് ഷഫാഅത്തിനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ അഷ്ഫഉക എന്ന് പറയണ്ട അള്ളാഹിനോട്. അള്ളാഹ് നിന്നെ ഞാൻ ശുപാർശ ചെയ്യാമെന്ന് പറയണ്ട. അതിന്റെ അവകാശം അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. എന്നതുപോലെ ഹംദിന്റെ അവകാശം ലില്ലാഹി, അത് അള്ളാഹുവിൽ മാത്രമാണ്. വലില്ലാഹിൽ ഹംദു റബ്ബിസ് സമാവാതി വറബ്ബിൽ അർളി വറബ്ബിൽ ആലമീൻ. റബ്ബുസ് സമാവാതി വൽ അർളായ റബ്ബിന്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് നിങ്ങൾ ഹംദ് വിട്ടുകൊടുക്കുക. അതിന്റെ മിൽക്ക്, അതിന്റെ അധികാരം അള്ളാഹുവിന് മാത്രമാണ്. ഖുർആനിൽ പറയാണ് വലില്ലാഹിൽ ഹംദു, അള്ളാഹ്ക്ക് ഹംദ് വിട്ടുകൊടുക്കുക. അതിന്റെ മിൽക്ക് അള്ളാഹുവിനുള്ളതാണ്, അതിന്റെ അധികാരം അള്ളാഹുവിനുള്ളതാണ്. ആ അള്ളാഹു ആരാണ്? റബ്ബുസ് സമാവാതി വൽ അർളി വറബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനും റബ്ബുസ് സമാവാതി വൽ അർളുമായ അള്ളാഹുവിന് നിങ്ങൾ ഹംദിന്റെ അധികാരം വിട്ടുകൊടുക്കുക. എപ്പോ എന്താണ് ഹംദ്? ഹംദ് എന്ന് പറഞ്ഞാൽ മഹത്വമേറിയ അത്യുന്നതമായ അറിവുകൾ നൽകാനുള്ള അവകാശം. അതാണ് ഹംദ്. അതാണ് ഹംദ്. ഹാം മീം എന്ന് പറയുന്നതിനോട് ദാല് കൂടുമ്പോഴാണ് ഹംദ് കിട്ടുന്നത്. ഈ ഹാം മീമിൽ നിന്നാണ് മൂസയുടെ ഉള്ളിൽ എന്തുണ്ടോ അതാണ് ഹാം മീം. ഹാവും മീമും മാ യഹ്തവാഫി മൂസ. മൂസ എന്ന് പറഞ്ഞാൽ മനുഷ്യബുദ്ധി. മനുഷ്യബുദ്ധിയിൽ നിന്ന് അള്ളാഹുവിന്റെ കിതാബ് ഇറങ്ങുന്ന സ്ഥലമാണ് ഹാം മീം. അതാണ് മനുഷ്യന്റെ പുറത്തുള്ള ചിന്താമണ്ഡലം. അവിടെയാണ് മസ്തറുൽ മഅലൂമാത്തിൽ കുല്ലി, സർവ വിജ്ഞാനങ്ങളുടെയും കേന്ദ്രം, ഉറവിടം അവിടെയാണ്. അതാണ് ഹാമി. അവിടെ നിന്ന് അറിവുകൾ നൽകാനുള്ള അവകാശം ആർക്കാണ്? അള്ളാഹുവിന്. അതിന്റെ മിൽക്ക് അള്ളാഹുവിനാണ്. അതാണ് നിന്റെ അറിവിനെ ഞങ്ങൾ തേച്ചുമിനിക്ക് പുറത്തു കൊണ്ടുവന്ന് അതിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു കൊള്ളാം എന്ന് മലക്കുകൾ പറഞ്ഞത്. നുസബ്ബിഹു ബിഹംദി. നീ നൽകുന്ന, നീ പുറത്തിറക്കി തരുന്ന അറിവുകൾ ഏതൊക്കെയുണ്ടോ ആ അറിവുകളിലൂടെ നുസബ്ബിഹു ഞങ്ങൾ തസ്ബീഹ് ചെയ്തു കൊള്ളാം. അതിനെ തേച്ചുമിനുക്കി ഞങ്ങൾ അതിലൂടെ സഞ്ചരിച്ച് നീന്തിക്കളിച്ചു കൊള്ളാം പടച്ചവനെ. അതാണ് തസ്ബീഹ്. അതിലൂടെ ഞങ്ങൾ നീന്താം. അത് ഞങ്ങൾ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അതാണ് നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. അവിടെയൊക്കെ മാറ്റിയത് നോക്കി നിങ്ങൾ എത്ര. അപ്പൊ നമ്മൾ വെറുതെ മാറ്റി. അല്ലെങ്കിൽ നുസബ്ബിഹുക വനഹ്മദുക വനുഖദ്ദിസു ലക എന്നല്ലേ പറയേണ്ടത്? എന്റെ ഹംദ് വനഹ്മദുക പറയാതെ നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ഹംദും അവർ ചെയ്തെങ്കിൽ ഇങ്ങനെ പറയാം,
നുസബ്ബിഹുക വനഹ്മദുക വനുഖദ്ദിസു ലക എന്നാ പറയുന്നത്. ഞങ്ങൾ തസ്ബീഹ് നിനക്ക് ചെയ്യാം, ഞങ്ങൾ നിനക്ക് ഹംദ് ചെയ്യാം, ഞങ്ങൾ നിനക്ക് തഖ്ദീസ് ചെയ്യാം, പരിശുദ്ധപ്പെടുത്താം നിന്നെ ഞങ്ങൾ എന്നല്ലേ പറയേണ്ടത്? അല്ലല്ലോ. നുസബ്ബിഹു ബിഹംദിക, നീ ഞങ്ങൾക്ക് സർവ അറിവുകളുടെയും കേന്ദ്രമായ ആ ഹാമീമിൽ നിന്ന് തരുന്ന അറിവുകളിലൂടെ ഞങ്ങൾ നീന്തിക്കളിച്ചുകൊള്ളാം, അതിലൂടെ യാത്ര ചെയ്തുകൊള്ളാം, അത് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന് കൊള്ളാം. എന്താ അത് ചെയ്താൽ പോലെ ഞങ്ങൾ എന്ന് മലക്കുകൾ പറഞ്ഞു. അതാണ് നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. അതാണ് വലില്ലാഹിൽ ഹംദ്. ഹാമീം തൻസീലുൽ കിതാബി മിർ റബ്ബിൽ ആലമീൻ. അതാണ് റബ്ബുൽ ആലമീൻ. ഹാമീം അവിടെ നിന്നാണ് തൻസീലുൽ കിതാബ്. മനുഷ്യന് വേണ്ട ജ്ഞാനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹാമീമിൽ നിന്നാണ്. മനുഷ്യന്റെ സർവ അറിവുകളുടെയും മസ്തർ, പ്രഭവ കേന്ദ്രമേതോ അവിടെ നിന്നാണ് സർവ അറിവുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്. അത് മനുഷ്യന് അതാണ് ഹാമീം. സ്വാദ് എന്ന് പറഞ്ഞാൽ അവന്റെ ഖുർആനിന്റെ പഠനമാണ്. അതാണ് സ്വാദ്. അവരൊക്കെ പിന്നെ പറപ്പവർക്ക് പോയതിന് സമയം പോകും. സ്വാദ് ലാമ്. അതാണ് സ്വാദ് വൽ ഖുർആനു ദിക്ർ. ഖുർആൻ പഠിപ്പിക്കുന്ന മനുഷ്യന്റെ കേന്ദ്രമാണ് സ്വാദ്, മനുഷ്യ ചിന്തയിലെ സ്വാദ്. ഒക്കെ മനുഷ്യന്റെ ബുദ്ധിയിൽ അല്ലാഹു പ്രവർത്തിക്കുന്ന മേഖലകളാണ് അതൊക്കെ. അപ്പൊ കിതാബ് ഇറങ്ങുന്നത് ഹാമീമിൽ നിന്നാണെങ്കിൽ മനുഷ്യന് ദൈവസ്മരണയുണ്ടാക്കുന്ന ഖുർആൻ ഇറങ്ങുന്നത് സ്വാദിൽ നിന്നാണ്. ആ സ്വാദിലേക്ക് മനുഷ്യൻ എത്തലാണ് കസഫ്. ആ കസസാണ് ആര് ചെയ്തത്? യൂസുഫ് ചെയ്തത്. നെഹ്നു അല്ലേ? സൂറത്ത് യൂസുഫിന്റെ കസസ് നെഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക. മനസ്സിലായോ? അതാണ് കസസ്. ഒരു സ്വാദും കൂടി അതിൽ കൂടുകയാണ്. ആ സ്വാദിലേക്ക്, അതായത് ദൈവത്തിന്റെ അള്ളാഹുവിന്റെ ദിക്ർ മനുഷ്യനിൽ നിലനിർത്താൻ ആവശ്യമായ വായന ഒരു മനുഷ്യനിൽ നടത്താൻ എവിടെയാണോ അവൻ എത്തിപ്പെടേണ്ടത്, ആ എത്തിപ്പെടുന്ന ഇടമാണ് അവന്റെ സ്വാദ്. അത് എവിടെയെന്ന് നമുക്കറിയില്ല. ഒരാൾ എവിടെ എത്തിപ്പെടുന്ന വെച്ചാൽ അവൻ സ്വാദിലെത്തി. ആ സ്വാദിലെത്താനുള്ള നിരന്തര യാത്രയായിരുന്നു ആര് നടത്തിയത്? യൂസുഫ് നടത്തി. അതാണ് ഹയാത്തി വഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ചിന്തയും ബുദ്ധിയും അറിവുമുള്ള കാമ്പുള്ള മനുഷ്യരെ, നിങ്ങൾക്ക് കിസാസ് നടത്തുന്നതിൽ ഹയാത്തുണ്ട്, ജീവിതം കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കിസാസ് നടത്തിക്കൊള്ളുക. ഈ സ്വാദിലേക്ക് എത്താനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊള്ളുക. ഏതാണ് ആ ഇടം എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ അള്ളാഹുവിനെ മറപ്പിച്ചു കളഞ്ഞു പിശാചില്ലേ? മറപ്പിച്ചു കളഞ്ഞു. ഫിർഔനോട് ചെന്നിട്ട് മൂസ പറഞ്ഞത് അതാണ്, നിനക്ക് തദക്കറും, നിനക്ക് അള്ളാഹുവിനെ ഓർക്കണമോ? ഞാൻ പറയുന്നത് നീ കേൾക്കണമെന്ന് മൂസ പറഞ്ഞത് അതാണ്. അപ്പൊ ദൈവസ്മരണ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒരു മനുഷ്യനിൽ എപ്പോൾ ഉടലെടുക്കുന്നുവോ, അത് സ്ഥിരമായി അവനിൽ നിലനിർത്താവുന്ന അറിവിൽ ഒരു മനുഷ്യൻ എപ്പോൾ എത്തിപ്പെടുന്നുവോ അവൻ സ്വാദിലെത്തി. അതാണ് സ്വാദ് വൽ ഖുർആനു ദിക്ർ ഉണ്ടാക്കുന്ന, മനുഷ്യനിൽ ദൈവസ്മരണയുണ്ടാക്കുന്ന ഒന്നിൽ ഒരു മനുഷ്യൻ എപ്പോൾ എത്തിപ്പെടുന്നുവോ അവൻ സ്വാദിലെത്തിയിരിക്കുന്നു. ഒരു മനുഷ്യനിൽ എപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള കിതാബ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുവോ, ദൈവികമായ അറിവുകളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുവോ, അവൻ എത്തിപ്പെട്ടിരിക്കുന്നത് ഹാമീമാണ്. ആ ഹാമീമിന്റെ സമ്പൂർണ്ണ അധികാരം ആർക്കാണ്? അള്ളാഹു. അതാണ് അൽഹംദുലില്ലാഹ്. ആ അധികാരം മുഴുവൻ അള്ളാഹ്ക്കാണ്. അവൻ ആരാണ്? റബ്ബുൽ ആലമീനാണ്. ആലമീങ്ങളുടെ റബ്ബാണ്. അതാണ്
ജ്ഞാനികളുടെ അറിവിന്റെ ലോകത്തെ റബ്ബാണവൻ. ഏതൊക്കെയാണ് ഈ ആലമ്? റബ്ബുൽ-ആലമീൻ ഞാൻ ഏതുവരെ പറഞ്ഞില്ലേ? റബ്ബുൽ-ആലമീൻ നോഹ് തൊട്ട് പോലെയാണ്. സലാമുൻ അലാ നൂഹിൻ മിൻ റബ്ബിൽ ആലമീൻ. അവിടെ നിന്ന് തുടങ്ങുകയാണ് റബ്ബുൽ-ആലമീൻ. ആ റബ്ബുൽ-ആലമീനെ മറിയമിന്റെ അവിടെ വെച്ച് റബ്ബുൽ-ആലമീൻ അവസാനിപ്പിച്ച് പിന്നെ റഹ്മാൻ തുടങ്ങുക. അതുവരെയുള്ള റബ്ബുൽ-ആലമീൻ. ആലമ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് അറിവെന്ന് ഞാൻ വിശദീകരിച്ചു. അത് ആരാണ് അതിലൂടെ യാത്ര ചെയ്യുന്നത്? ബനൂ ഇസ്രായേലരാണ് ആ യാത്ര ചെയ്യുന്നത്. നോഹ മുതൽ അവസാനം മറിയം വരെ യാത്ര ചെയ്യുന്നത്. മറിയമിൽ എത്തുന്നത് വരെയുള്ള യാത്രയിൽ ആരാണ് യാത്ര ചെയ്യുന്നത്? ബനൂ ഇസ്രായേൽ. ആരാണ് യാത്ര ചെയ്യുന്നത്? ബനൂ ഇസ്രായേൽ. എന്താണ് ബനൂ ഇസ്രായേൽ? ഇസ്രായേലിൽ ആളുകളല്ലേ? അല്ല. നമ്മിൽ അള്ളാഹുവിന്റെ അറിവിലൂടെ ഇസ്രായേൽ സഞ്ചരിക്കുന്നവരാരോ അവനാണ് ബനൂ ഇസ്രായേൽ. ദൈവത്തിന്റെ അള്ളാഹുവിന്റെ അറിവിലൂടെ ഇസ്രായേൽ സഞ്ചരിക്കുന്നവനാരോ അവനാണ് ബനൂ ഇസ്രായേൽ. അവൻ പടുത്തുയർത്തുന്ന അറിവുകളേതോ അതാണ് ബനൂ ഇസ്രായേൽ. അങ്ങനെ സഞ്ചരിക്കുന്ന ആളുകളെയാണ് ഫല്ലൽതുക്കും അലൽ-ആലമീൻ. അറിവിന്റെ ലോകത്ത് അവർക്കാണ് ശ്രേഷ്ഠത. ഫല്ലൽതുക്കും അലൽ-ആലമീൻ. ആ അറിവിലൂടെ സഞ്ചരിക്കുന്ന ബനൂ ഇസ്രായേലിനെയാണ് അള്ളാഹു ലോകത്ത്, അറിവിന്റെ ലോകത്ത് ശ്രേഷ്ഠത കൊടുത്തത് അവർക്കാണ്. അപ്പോ ഇസ്രായേലിൽ താമസിക്കുന്ന ആളുകൾക്കല്ലേ അങ്ങനെ വിശദീകരിക്കുന്നവർക്ക് അങ്ങനെ വിശദീകരിക്കാം. ഒരു തടസ്സവുമില്ല. ആരും എതിരല്ല. നാം വ്യാഖ്യാനിക്കുന്നത് ഖുർആനിന്റെ വൈജ്ഞാനിക തലമാണ് വ്യാഖ്യാനിക്കുന്നത്. അത് വേണമെങ്കിൽ അവർക്കെടുക്കും. ഇന്നല്ലാഹ ഇസ്തഫാ നൂഹൻ വഇബ്രാഹീമ വമൂസ വഈസ. അവിടുന്ന് പറയണം ഇന്നല്ലാഹ ഇസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാന അലൽ-ആലമീൻ. വഇദ് ഖാലത്തിൽ മലായികത്തു യാ മറിയമു ഇന്നല്ലാഹ ഇസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. അവിടെ ആലം അവസാനിപ്പിക്കുകയാണ്. നിസാഇൽ ആലമീൻ. അതാണ് ആദം തുടങ്ങി മറിയം വരെയുള്ള യാത്രയിലാണ് ആലമ് വരുന്നത്, അറിവിന്റെ ലോകം. ഏതൊക്കെയാണ് ആ ഇൽമുകൾ? അർ-റഹ്മാനു അല്ലമൽ ഖുർആനു ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ ഇൽമുകളാണ്. ഖുർആനിന്റെ ഇൽമും ബയാനിന്റെ ഇൽമും ലിസാനിന്റെ ഇൽമും ഒരാൾ നേടിക്കഴിഞ്ഞാൽ അവനാണ് ആലമീൻ എന്ന് പറയുന്ന. അവനിൽ ഈ ഇൽമു തരാൻ പ്രവർത്തിക്കുന്നത് എന്തുണ്ടോ അതാണ് അവന്റെ റബ്ബ്. ഈ 3 അറിവുകളും ഒരാൾക്ക് നൽകുന്നവനാരോ അവന്റെ ഉള്ളിൽ എന്താണോ ഈ 3 അറിവ് നൽകാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് അവന്റെ റബ്ബ്. മനസ്സിലായോ? അത്ര മനസ്സിലാക്കിയാൽ മതി. ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ കുറച്ചടങ്ങാൻ. അതാണ് അവന്റെ റബ്ബ്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ഈ 3 അറിവ് അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഖുർആനിന്റെ ഇൽമ്. ഖുർആനിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ വായിച്ചെടുക്കാനുള്ള അവനിലെ ഉപകരണം എപ്പോൾ പ്രവർത്തിക്കുന്നുവോ അത് പ്രവർത്തിപ്പിക്കാനുള്ള അവന്റെ അറിവ്. കിട്ടുന്ന അറിവുകളെ വ്യക്തമായി വിശദീകരിച്ച് മനസ്സിലാക്കാനുള്ള അവന്റെ കഴിവ്, ബയാനിന്റെ കഴിവ് എപ്പോൾ പ്രവർത്തിക്കുന്നുവോ അതാണ് അവന്റെ ഇൽമുൽ ബയാൻ. അത് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവ് എപ്പോൾ ഒരാളിൽ പ്രവർത്തിക്കുന്നുവോ അതാണ് അവന്റെ ഇൽമുൽ ലിസാൻ. ഇതാർക്കാണ് ലിസാൻ കൊടുത്തത്? ഹാറൂൻ മൂസക്ക് അല്ലെ? മൂസക്ക് സഹായിയായിട്ട് ആരാണ് കൊടുത്തത്? വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അറിവ് ഫിർഔനിലേക്കൊന്ന് പാസ് ചെയ്യണം. അതുകൊണ്ട് ആ പാസ് ചെയ്യാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒന്ന് മാറ്റിക്കിട്ടും. അതാണ് ലിസാനിയായ കഴിവ്. അതാരാണ് സഹായിച്ചത്? ഹാറൂനാണ് സഹായിച്ചത്. അതാണ് അഹി ഹാറൂൻ ഹുവ അഫ്സഹു മിന്നി ലിസാൻ.
എനിക്ക് ഹാറൂനെയും കൂടി കൂടെ തരണം. ഹാറൂനാണ് എന്നേക്കാൾ കാര്യങ്ങൾ സ്പഷ്ടമായി മറ്റുള്ളവരിലേക്ക് അത് പാസ് ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തി ഹാറൂനാണ്. അതുകൊണ്ട് ഹാറൂനും കൂടി എനിക്ക് വേണം എന്ന് മൂസ പറഞ്ഞു. അപ്പൊ ഈ 3 അറിവുകൾ ഒരാൾക്ക് കിട്ടിയാൽ അവൻ റബ്ബുൽ ആലമീനാണ്. അവനിൽ റബ്ബുൽ ആലമീൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇതായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവനിൽ റബ്ബുൽ ആലമീൻ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ മുഴുവനെ കൊണ്ട് പറയിപ്പിക്കണ്ട, അത് നിങ്ങളെ വിളവാണ്. കുറച്ച് നിങ്ങളും ചിന്തിക്കുക. അവനിൽ റബ്ബുൽ ആലമീൻ പ്രവർത്തിക്കും. അതാണ് അൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ. ലോകരുടെ റബ്ബ് എന്നല്ല, ജ്ഞാനികളുടെ ജ്ഞാനത്തിന്റെ റബ്ബ്. ഏതൊക്കെയാണ് ആലമീൻ എന്ന് ഞാൻ പറഞ്ഞു? ഇൽമുൽ ലിസാൻ, ഇൽമുൽ ഖുർആൻ, ഇൽമുൽ ബയാൻ. ഈ 3 ഇൽമും ഒരാൾക്ക് കിട്ടിയാൽ അവൻ ആലമീനിൽപ്പെട്ടു. ആ രംഗത്ത് ഏറ്റവും ശ്രേഷ്ഠത കൊടുത്തത് ആർക്കാണ്? ബനൂ ഇസ്രായേലിൽക്കാണ്. എന്തുകൊണ്ടാണ് അവരുടെ ചിന്തയുമായി, അവരുടെ ബുദ്ധിയുമായി അറിവിന്റെ ലോകത്തേക്ക് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ അള്ളാഹുവിന്റെ അറിവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് അസ്റാ യുസ്രി ഇസ്റാ. ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിവിലൂടെ ഇസ്റാ യാത്ര ചെയ്യുന്നവൻ ആരോ? യൂത്തിനോട് പറഞ്ഞു, അസ്ർ ബി ഇബാദി ബികിതാഇൻ മിനൽ ലൈൽ. ഈ കിതാഉൽ ലൈൽ അന്വേഷണത്തിന്റെ ഇരുട്ടാണിപ്പോൾ. അതുകൊണ്ട് ഈ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള അന്വേഷണത്തിന്റെ ഈ കാലയളവിൽ നീ എന്റെ ദാസന്മാരെ അറിവിലൂടെ സഞ്ചരിക്കുക. അതാണ് ആദ്യം. നീ സഞ്ചരിപ്പിക്കുക. ഈ റൂഫില്ലർലി, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. സന്ദുർക്കൈപ്പക്കാന ആക്കിബത്തിൽ മുഖദ്ദീൻ. അതാണ് സർ അസ്റാ യുസ്രി ഇസ്രാഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിവിലൂടെ യാത്ര ചെയ്യുന്നു. നിങ്ങൾ മറ്റേ ഇസ്രായേലരാണെന്ന് പറഞ്ഞു. സോറി, അത് കുഴപ്പമില്ല. അതാണ് ആദം മുതൽ നൂഹ് മുതൽ ഇങ്ങ് പോന്ന് മറിയമില്ല ആ നിസാഉൽ ആലമീൻ അവസാനം. ഈ പുരുഷന്മാരൊക്കെ, ഈ സ്ത്രീകളൊക്കെ ഈ മറിയമാവുന്ന പെണ്ണിനെ കെട്ടി ജീവിതത്തിന് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ, അതാണ് അവരുടെ യാത്ര. ഈ മറിയം, ഈ നൂഹും ആദമും ഇബ്രാഹിമും ആല ഇമ്രാനും മൂസയുമെല്ലാം ആരെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത്? മറിയമിനെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത്. ആരാണ് മറിയം? ഉമ്മുൽ കിതാബ്, അറിവിന്റെ കേന്ദ്രമാണ് മറിയം. ആ മറിയമിനെ വിവാഹം കഴിച്ചിട്ട് എന്ത് ചെയ്യണം? പുതിയ ഒരു അറിവിന് ജന്മം കൊടുക്കണം. ആരാണ് ആ ജന്മം കൊടുക്കപ്പെടുന്ന ആള്? ഇനി ഇതിൽക്കും കുറച്ചിന് പൊടിച്ചു തരാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ തന്നെ പൊടിച്ചു തരാൻ പറ്റുള്ളൂ. കേൾക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ഞാന് സൂചനകളാണ് പലതും പറയല്. അതിൽ നിന്ന് നിങ്ങൾ ഒറ്റയടിക്ക് കേട്ടിട്ട് ഇത് ശരിയല്ലല്ലോ എന്ന് പറയുന്നു. ഇത് ഇബ്രാഹിമും നോഹും ഈസയും ഇല്യാസും എല്ലാവരും യാത്ര പോവുകയാണ്. എവിടേക്കാണ് അവരുടെ യാത്ര? മറിയമിനെ കല്യാണം കഴിക്കാൻ. മറിയമിനെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? പുതിയൊരു അറിവിന് ജന്മം കൊടുക്കാൻ, പുതിയൊരു സൃഷ്ടിക്ക് ജന്മം കൊടുക്കണം. ലബസ് എന്ന് പറഞ്ഞാൽ എവിടുന്ന സംശയം എനിക്ക് കിട്ടിയെന്നറിയും. പുതിയൊരു സൃഷ്ടിപ്പിന്റെ വസ്ത്രമണിയാൻ, അതാണ് ലബസ്. അവര് അവര് ഇനിയൊരു പുതിയ സൃഷ്ടിപ്പുണ്ടാകുമോ എന്ന കാര്യത്തിൽ അവർ സംശയത്തിലാണ് എന്ന് അവരർത്ഥം പറയും. ലബസിന് ലബിസൊക്കെ എങ്ങനെ സംശയം എന്ന് കിട്ടി എനിക്കറിയാം. അങ്ങോട്ട് കൊടുക്കുന്ന അർത്ഥം അള്ളാന്റെ കിതാബിന് തോന്നിയ അർത്ഥം. ആ ലിബാസല്ലേ, അവര് പുതിയൊരു സൃഷ്ടിപ്പിന്റെ വസ്ത്രമണിയാൻ അവർ പോവുകയാണ്. അതിലേക്കുള്ള യാത്രയിലാണവർ, ലബസിലാണവർ. ആ ലിബാസണിയാനാണ് അവര് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്.
അപ്പോൾ ആ നിസാഉൽ ആലമീനായ മറിയമിനെ വിവാഹം ചെയ്ത് പുതിയൊരു കുട്ടിക്ക് ജന്മം കൊടുത്തു. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ റബ്ബ് ആരാണ്? റബ്ബ് ഹൽക്ക് നൽകും, സൃഷ്ടിപ്പ് നൽകുന്നവനാണ്. സമാവാതി വല്ലർന്ന് രൂപപ്പെടുത്തിയവനാണത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ റബ്ബിന്റെ ഉണ്ട്. ബിസ്മി റബ്ബിക, നീ നിന്റെ റബ്ബിന്റെ ഗുണത്തോടുകൂടി വായിക്കൂ. എനിക്ക് എന്റെ റബ്ബ്, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ്, ഓരോരുത്തർക്കും ഓരോ റബ്ബ്. ആ റബ്ബിന്റെ സമ്പൂർണമായ കാഴ്ചപ്പാട് എത്രമാത്രമുണ്ടോ അത്രയും ഉൾക്കൊള്ളുക. അത്രേ നിങ്ങളോട് ചോദ്യമുള്ളൂ. നിങ്ങൾ എന്റെ റബ്ബ് കൊണ്ട് വായിക്കാൻ നിൽക്കണ്ട. ഇത്ര ബിസ്മി റബ്ബിക, നീ നിന്റെ റബ്ബിന്റെ ഗുണത്തോടുകൂടി വായിക്കുക. എന്നിട്ട് ഞാന് ഇപ്പോ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതിന്റെ കഴിവ് എത്രയെന്ന് എനിക്കറിയില്ല, അതിന്റെ പരിധി എത്രയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വായിക്കാൻ നിന്നാൽ ഞാൻ അന്തം വിട്ടുപോകും. ഞാൻ എന്റെ ബുദ്ധി, എന്റെ റബ്ബ്, എന്റെ കഴിവ് എത്ര മാത്രം ഉണ്ട്, അല്ലെങ്കിൽ ആ റബ്ബിന്റെ കഴിവ് എത്ര മാത്രം ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ വായിക്കാം. അതാണ് ഈ റബ്ബിക്കാം. അതിന് ഓരോന്നിനും മനാസിലുകളുണ്ട്. കദ്ദംനാഹു മനാസിൽ. അത് എന്റെ മനസ്സിലല്ല, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സിലല്ല മറ്റൊരാളുടെ മനസ്സിൽ. അതാണ് അതിന്റെ അഹില്ലത്തുകൾ മുഴുവൻ. അത് പൂർണ്ണ ബദറിലെത്താൻ കഴിയുന്ന ആളുകൾ എത്രയുണ്ട് എന്ന് എനിക്കറിയണം. ഒരാൾക്ക് ഒരു നേരിയ രേഖ ഉണ്ടാവുള്ളൂ ഓന്റെ കമറ്. ഒരു മനുഷ്യനിലെ കമറ് ചിലപ്പോ 1-ാം തീയതി കാണുന്ന അത്രേ ഉണ്ടാവുള്ളൂ. ചിലവരിൽ 2-ാം തീയതി കാണുന്ന അത്ര ഉണ്ടാവും. ചില ആളുകളിൽ ബദറായി മാറും. അത് ആ ബദറിനെ തടഞ്ഞവൻ ആരാണ്? സമ്പൂർണമായ അറിവിന്റെ ചന്ദ്രനെ കൊണ്ടാണ് നിങ്ങളെ അല്ലാഹു സഹായിച്ചത്. ബദർ കൊണ്ടാണ്. അഹില്ലത്ത് മാത്രമേ നമ്മൾ കാണാൻ നിൽക്കണുള്ളൂ, ഹിലാല് മാത്രമേ കാണാൻ നിൽക്കണുള്ളൂ. ബദറിലേക്ക് നമ്മൾ എത്തുന്നില്ല. അതാണ് വൽഖമറ ഖദ്ദർനാഹു മനാസില. ഇനി ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇത് തീരുവില്ല. പിന്നെ ഒരു കാര്യം, ഒരു ആയത്തും കൂടി വിശദീകരിച്ചുകൊണ്ട് അതിനുകൂടി നിങ്ങൾ എനിക്ക് ഇരുന്ന് തന്നേ മതിയാവും. അത് അത്ര ഇറങ്ങാറായിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. വൈദാ തല്ലത്തുമുന്നിസാ, പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹമോചനം നടത്തിയ. യാ അയ്യുഹൻ നബിയു, ഓ നബി, ഇദാ തല്ലത്തുമുന്നിസാ, ഇത് വിഷയം പറയണം കേട്ടോ. നിങ്ങൾ പെണ്ണുങ്ങളെ വിവാഹമോചനം ചെയ്താൽ ഇദ്ദക്ക് വേണ്ടി തലാക്ക് ചെല്ലുക. പറഞ്ഞ ഇദ്ദക്ക് വേണ്ടിയിട്ടല്ല തലാക്ക് ചെല്ലേണ്ടത്. തലാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നബി എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം പറയാൻ? നബി എന്താണ്? റസൂൽ എന്താണ്? നബി എപ്പോഴാണ് പോവുക? നബി പോയിട്ട് എപ്പോഴാണ് റസൂല് വരിക? റസൂല് വരുമ്പോ പിന്നെ റസൂലുള്ള എപ്പോഴാണ് വരിക? അവർക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഖുർആനിന്റെ വീക്ഷണത്തിൽ. അവർക്ക് അറിഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ, അല്ലാതെ അത് മനസ്സിലാവില്ല. ഒരാൾക്ക് നബൽ കിട്ടിക്കൊണ്ടിരിക്കും, മുന്നറിയിപ്പ് കിട്ടിക്കൊണ്ടിരിക്കും ഒരാൾക്ക് അവന്റെ ബുദ്ധിയിൽ നിന്ന്. അപ്പോൾ അവരിൽ നബി പ്രവർത്തിക്കുന്നുണ്ട് അന്ന് മാത്രം മനസ്സിലാക്കിയപ്പോ നിങ്ങൾ ബാക്കി പിന്നെ പറയാം. യാ അയ്യുഹൻ നബി, ഇതാ ഇവിടെ നിസായിനെ കാര്യം തീർക്കണ കാര്യം. തലാഖ് എന്ന് പറഞ്ഞ കാര്യം തീർക്കണ. തലക്ക് എന്ന് പറഞ്ഞാൽ അത് എഴുത്തന്നെ. തലക്ക് എന്ന് പറഞ്ഞാൽ ലാമോ കാഫ്, അതിന്റെ ഇടയിൽ ഒരു അരിഫ് സത്യത്തിൽ ഇല്ല. എഴുതും തലാഖെന്ന് എഴുതും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലാമു കാഫുള്ളൂ, അതിന്റെ ഇടയിൽ ലാമ് വെച്ചിട്ട് ഒരു അരിപ്പില്ല. പക്ഷെ അത് വായിക്കുമ്പോ റഹ്മാൻ എഴുതുമ്പോ ഉണ്ടോ? അരിപ്പുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇൻസാൻ എഴുതുമ്പോ ഇല്ല. അവിടെ ശരിക്കും ഇടാൻ പാടില്ല. ഇൻസാൻ എഴുതുമ്പോ അരിപ്പില്ല. തീര് കഴിഞ്ഞിട്ട് അരിപ്പില്ല. സത്യത്തിൽ ശരിയായ വിഷയത്തിലൊന്നും അരിപ്പില്ല. അതുപോലെ റഹ്മാൻ എന്ന് എഴുതുമ്പോ അരിപ്പില്ല. അതുപോലെ തന്നെ തൊലാഖ് എന്ന് എഴുതുമ്പോ ലാമ് കഴിഞ്ഞിട്ട് അരിപ്പില്ല. ഇപ്പൊ ഉണ്ടെങ്കിൽ തർക്കിക്കാനൊന്നും നിൽക്കണ്ട. ഇല്ല, സത്യത്തിലില്ല. തൊലാഖ് എന്ന് പറഞ്ഞാൽ ഒരാൾ മോചിതനാക്കുക എന്നാണ്, സ്വതന്ത്രനാക്കുക. അത് ഉറപ്പാണല്ലേ. അത് ഇവര് കൈത് എന്ന് പറഞ്ഞാൽ ചങ്ങലക്കിടുക. അത്
കൈദിന്റെ വിപരീതമാണ് ത്വലാഖ്. അല്ലേ? കൈദ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഷഹീദിലാക്കാൻ പറഞ്ഞാൽ ചങ്ങലക്കിടുക എന്നാണ്, തളച്ചിടുക, പുറത്തേക്ക് പോകാന്. ഒരാളെ ത്വലാഖ് ചെയ്യാന്നാണ് സ്വതന്ത്രമാക്കി വിടുക എന്നാണ്. ഇത് ഹബു അന്ത് മുത്തുലക്കാതുകൊണ്ട് ഇവരൊരു ഹദീസുണ്ട്. ഇവരവിടെ കൊടുത്ത മുൻജിതിൽ കൊടുത്ത അർത്ഥം ഉണ്ടാവണം, നിങ്ങൾ നിർബന്ധിതരമായി നിങ്ങൾ മുസ്ലിം ആക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളുന്ന. അതല്ല, ഇത് ഹബു അന്ത് മുത്തുലക്കാൽ നിങ്ങൾ സർവ്വ സ്വതന്ത്രരാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിക്കൊള്ളൂ തന്നെയാണ് അതിന്റെ ശരിയായ അർത്ഥം. പക്ഷെ മുൻജിത് അവിടെ അർത്ഥം മാറ്റി. തുലക്കാൽ എന്ന് പറഞ്ഞാൽ അവരെന്താ അവിടെ അർത്ഥം കൊടുത്തോ, നിങ്ങൾ നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് കൂട്ടപ്പെട്ടവരാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾ പോയിക്കൊള്ളുക എന്നാണ്. തുലക്കാലിന് അങ്ങനെ അർത്ഥപ്പെടും. ഒരു അട്ടിമറി നടത്തിയതാണോ? അത് പോട്ടെ. അപ്പൊ ത്വലാഖ് എന്ന് പറഞ്ഞ അജ്ഞതയുടെയും അന്ധവിശ്വാസങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ചങ്ങലകളിൽ നിന്ന് നമ്മളെ ഒന്നിനെ മോചിപ്പിച്ചു വിടും. മനസ്സിലായി? അതാണ് ത്വലാഖ്. അതിനെ വൈജ്ഞാനികമായി വായിക്കുമ്പോഴാണ് നമ്മൾ പറയണത്. മറ്റൊരു വായിച്ചോട്ടെ, പെണ്ണുങ്ങളെ കാര്യം തീർത്തിട്ട്. അപ്പൊ ഇതുവരെ ചങ്ങലക്കിട്ടിട്ട് ബന്ധനത്തിലായിരുന്നു ഈ പെണ്ണുങ്ങള്, നിന്റെ മക്കളെങ്ങൾ സ്വാതന്ത്ര്യം. അപ്പൊ ഭർത്താവിന്റെ കീഴിൽ അപ്പോ സ്വാതന്ത്ര്യം ഇല്ലാന്നാണ് അതിന്റെ അർത്ഥം, ഇവര് പറയുന്ന അർത്ഥപ്രകാരമാണെങ്കിൽ. ത്വലാഖ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമാക്കി വിടലാണ്. അപ്പൊ നിസാ എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മിൽ നിന്ന് ഉയർന്നു വരുന്ന അറിവുകളാണ്. ഈ അറിവുകളെ അജ്ഞതയിലെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും മോചിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നോടും നിങ്ങളോടും ഒക്കെയാണ് കേട്ടോ പറയണത്. നബിന്ന് കേൾക്കുമ്പോൾ നിങ്ങള് അത് മക്കത്തേക്ക് ചിന്ത പോകണ്ട. നമ്മിലൊക്കെ നബി പ്രവർത്തിക്കുന്നുണ്ട്, റസൂലും പ്രവർത്തിക്കുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതാണ്. ലക്കൽ ജാഅക്കും റസൂലും മിൻ, നിങ്ങളെ നെറ്റുന്ന റസൂല് വന്നിട്ടുണ്ട്. ലക്കൽ ജാഅക്കും റസൂലും മിൻ മക്ക അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ? മക്കയിൽ നിന്ന് നിങ്ങൾക്ക് ഇതാ ഒരു ദൂതൻ വന്നിരിക്കുന്നു എന്ന് ഖുർആൻ. ലക്കൽ ജാഅക്കും റസൂലും അന്നഫീക്കും റസൂലും ഫകൈഫ തക്ഫുറൂന ബില്ലാഹി, നിങ്ങൾ എങ്ങനെ അല്ലാഹുവിനെ നിഷേധിക്കും? വഫീക്കും റസൂൽ, നിങ്ങളിൽ ദൈവത്തിന്റെ ദൂതനുണ്ടാവുകയും നിങ്ങൾ വേദത്തെ അറിവുകളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ അല്ലാഹുവിനെ നിഷേധിച്ചുകൊണ്ട് 1-ാം ക്ലാസ്സിൽ നിൽക്കും? അതാണ് കൈഫ തക്ഫുറൂന ബില്ലാഹി. അറിവിൽ 1-ാം ക്ലാസ്സിൽ നിൽക്കണ്ട. നിങ്ങൾക്ക് അറിവിന്റെ ദൂതൻ നിങ്ങൾക്ക് അറിവ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. ആയിക്കോട്ടെ. അപ്പൊ വൈദാ തല്ലക്ക് മുൻ നിസാ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എനിക്ക് ഇരുന്ന് തരാം. നിങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന അറിവുകളെ നിങ്ങൾക്ക് അജ്ഞതയിൽ നിന്ന് അതിനെ മോചിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ. ഇപ്പൊ മനസ്സിലായോ? പെണ്ണുങ്ങളെ കാര്യം തീർക്കലല്ല. നിസാ എന്ന് പറഞ്ഞാൽ അൽ ഇർത്തിക്കാതു വൽ ഇർത്തിയാതു, നമ്മിൽ നിന്ന് ഉയർന്നു വരുന്ന പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അറിവുകൾ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയും നിസായിൽ കൂട്ടാം. വെറും അറിവ് മാത്രമാക്കണ്ട. ഒരു വ്യക്തി പൂർണ്ണമായ അറിവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം മുമ്പ് പറഞ്ഞു. ഒരു ഡോക്ടർ അവിടുത്തെ റജലും അവിടെ പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ അവിടുത്തെ നിസാകളുമാണ്. അവര് വിജ്ഞാനത്തിലേക്ക് പൂർണ്ണമായ അറിവിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അവര്. അത് ഞാൻ പറഞ്ഞതില് നെസ് എന്ന് പറയുന്ന നൂനും സീനും കൂട്ടിയിട്ടുള്ള രണ്ടും വെളിച്ചത്തിന്റെ അക്ഷരങ്ങളാണ്. നൂനും സീനും രണ്ടും വെളിച്ചത്തിന്റെ അക്ഷരങ്ങളാണ്. ഈ രണ്ടും വെളിച്ചത്തിൽ, ജിന്ന് എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ജീമ് ഇരുട്ടും നൂനും വെളിച്ചമാണ്. അതാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന അറിവ് പുറത്തേക്ക്, അതാണ് ഉള്ളിൽ കിടക്കുന്ന അറിവാണ് ജിന്ന്. അതിന് ന്യൂനിലേക്ക് പുറത്ത് വെളിച്ചത്തിലേക്ക് വരണം. അതാണ് അതൊക്കെ പിന്നെ പറഞ്ഞാണ്. പിന്നൊക്കെ വിശദീകരിച്ചു ഓരോന്ന് പറഞ്ഞാലേ ശരിയാണ്. അപ്പൊ വൈദാ തല്ലക്കും നിസാ, നിങ്ങൾ നെസ് എന്ന് പറഞ്ഞാൽ നെസ് ചേർത്ത് വരുന്ന വാക്കുകളൊക്കെ പുരോഗതിയാണ് തോന്നിക്കുന്നത്. നെസ്സില് എന്ന് പറഞ്ഞാൽ എന്താ? നെസ്സില് എന്ന് പറഞ്ഞാല് ഒരു കുടുംബ പരമ്പരയാണ്.
അതിനാ നെസ്ൽ എന്ന് പറയാം അല്ലേ. നെസബ് എന്ന് പറഞ്ഞാലോ തറവാടിന്റെ പരമ്പരയാണ്. നെസജ് എന്ന് പറഞ്ഞാലോ, നെസജ് എന്ന് പറഞ്ഞാൽ നെയ്യ. ഒരു കണ്ണി അടുത്ത കണ്ണി അടുത്ത കണ്ണി അടുത്ത കണ്ണി അങ്ങനെ പല നെയ്യാണ് നെസ്ല്. ഇങ്ങനെ നെസ് ചേർത്ത് വരുന്ന വാക്കുകളൊക്കെ ഒരു പടിപടിയായി ഉയർന്നു പോകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു തറവാട് പിന്നൊരു തറവാട് പിന്നൊരു തറവാട്, ഇങ്ങനെ കുറെ തറവാടുകൾ ഇങ്ങനെ കൂടുമ്പോഴാണ് അത് നെസബാകുന്നത്. നെസിൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുട്ടിണ്ടായി അതിലൊരു കുട്ടിണ്ടായി അതിലൊരു കുട്ടിണ്ടായി ഇങ്ങനെ സന്തതി പരമ്പര ഇങ്ങനെ വർദ്ധിച്ചു പോകുന്നതാണ് നെസില്. മനസ്സിലായോ? ഒരു കണ്ണി ഞാൻ നെയ്തു, പിന്നെ അടുത്തൊരു കണ്ണി നെയ്തു, പിന്നെ അടുത്തൊരു കണ്ണി നെയ്തു, അങ്ങനെ നെയ്തുകൊണ്ടേ പോവുക. ഒരുപാട് കണ്ണികൾ ഇങ്ങനെ വരിക. അത് നെസജ്. നെസജാന്ന് പറഞ്ഞാൽ നെയ്യുക എന്നാണ്. ഇന്നപോലെ തന്നെയാണ് ഈ നെസൽ എന്ന് പറഞ്ഞാൽ അറിവ് ഓരോന്നോരോന്നായി വർദ്ധിച്ചുകൊണ്ടേ പുരോഗതിയിലേക്കും വർധനവിലേക്കും വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ നിങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന അറിവുകളെ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള വ്യക്തികളായിക്കോട്ടെ, അവരെ അജ്ഞതയിൽ നിന്ന് നിങ്ങളെ അവരെ അജ്ഞതയുടെ പിടുത്തത്തിൽ നിന്ന് ചങ്ങലയിൽ നിന്ന് അവരെ സ്വതന്ത്രമാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ തെല്ലിപ്പോകുന്ന എഴുത്തത്തിരുന്ന സമ്പൂർണമായി അവരതിനെ തയ്യാർ ചെയ്തുകൊണ്ടായിരിക്കണം അവരെ നിങ്ങൾ തലാഖ് ചെയ്യേണ്ടത്, സ്വതന്ത്രമാക്കേണ്ടത്. വിദ്യ എന്ന് പറഞ്ഞാൽ തയ്യാർ ചെയ്യുക എന്നാണ് അല്ലേ. ഇതു നിങ്ങൾ തയ്യാറാക്കുക, മസ്തത്തും കഴിയുന്നത്ര. ഖുർആൻ പറഞ്ഞില്ലേ, ഇതു നിങ്ങൾ തയ്യാറാക്കുക. ഇസ്തിഅദാദ് തയ്യാറെടുപ്പ്, ഇസ്തിഅദാദ് തയ്യാറെടുപ്പ്. ഇദ്ദത്ത് തയ്യാർ ചെയ്യുക. ഈദാദാദ് എന്ന് പറഞ്ഞാൽ തയ്യാറെടുപ്പുകളാണ്. അതിന്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയുണ്ടോ ആ വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ അറിവുകളിലാണോ അവരെ സ്പെഷ്യലൈസ് ചെയ്ത് കൊണ്ടുവരുന്നത്, അതിനു വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ അതിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? ആദ്യം ചേർത്തലമില്ല. ഇദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണലല്ല. വഹസുൽ ഇദ്ദത്ത, അതിന് വേണ്ട സ്പെഷ്യലൈസ് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ. ഇപ്പൊ ഞാനിപ്പോ അറബി മാറ്റാം, ഇന്നിപ്പോ കൊണ്ടുപോയിട്ട് ഫിസിക്സ് ടീച്ചറാക്കാന് ഒരു സുപ്രഭാതത്തിൽ ഇന്ന് ഫിസിക്സ് പഠിപ്പിക്കാനാക്കാൻ പറ്റൂല. എന്നെ ആ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ എനിക്ക് അതിനു വേണ്ട ഏതൊക്കെ ഒരുക്കങ്ങൾ വേണോ അതൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ടായിരിക്കണം എന്നെ ആ രംഗത്തേക്ക് നിങ്ങളെ എന്റെ ആ രംഗത്തുള്ള അജ്ഞതയിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. അത് അക്യുറേറ്റ് ആയിരിക്കണം. അതാണ് ഒഹത്തുൽ ഇദ്ദത്ത. ആ തയ്യാറെടുപ്പുകൾ വളരെ കറക്റ്റാക്കി വെക്കുകയും വേണം. അതാണ് ഒഹത്തു. നിങ്ങൾ ക്ലിഷ്ടപ്പെടുത്തണം, കറക്റ്റാക്കി വേണം, അക്യുറേറ്റ് ആക്കി വേണം അതിന് ആ തയ്യാറെടുപ്പുകൾ. വത്തഖുല്ലാഹ റബ്ബക്കും, നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിന്റെ അറിവുകളെ നിങ്ങൾ ശേഖരിക്കുകയും വേണം. വലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന, അവയെ അവയുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പുറത്താക്കരുത് ആ അറിവുകളെ. അങ്ങനെ നേടുന്ന അറിവുകളെ ഇപ്പൊ നീ അതിന് പെട്ടെന്ന് മനസ്സിലാക്കി. ഞങ്ങൾ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ബുദ്ധിയില, നമ്മുടെ കൽബാവുന്ന, നമ്മുടെ ചിന്തയാവുന്ന ബൈത്ത് എന്ന് പറയുന്നത് നമ്മളെ തെജ്മിയുൽ മഅലൂമാത്ത്, നമ്മുടെ അറിവുകളൊക്കെ ശേഖരിച്ചു വെക്കുന്ന നമ്മുടെ ചിന്താമണ്ഡലം ഏതോ അതാണ് നമ്മുടെ ബൈത്ത്, വീട്. അവിടെയാണ് നമ്മുടെ, അവിടുന്നാണ് അറിവ്. ഇനി അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവൂലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ രംഗത്ത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓടും. ആ വിദ്യാർത്ഥികളെ ആ രംഗത്ത് നമ്മൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ, ആ വളർത്തിക്കൊണ്ടുവരുന്ന വേളയിൽ ആ അറിവിന്റെ ആ കോഴ്സുകളിൽ നിന്ന്, ആ അറിവുകൾ ശേഖരിക്കുന്ന ആ മേഖലകളിൽ നിന്ന് അവരെ നിങ്ങൾ പുറത്താക്കി, അവരെ പിന്നെ സസ്പെൻഷൻ കൊടുത്തു വിടരുത് എന്നർത്ഥം. അവര് വിജ്ഞാനം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീടുകളിൽ ഇരുന്നിട്ട്, ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഇരുന്നിട്ട്. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ സ്ഥാപനമായിട്ടാണ് ആ ബൈത്തുൽ മാൽ എന്നൊക്കെ കേട്ടിട്ട് വൈറ്റ് ഹൗസ് എന്ന് പറയാം, അമേരിക്കയുടെ വൈറ്റ് ഹൗസ്. അവിടുത്തെ ഭരണസ്ഥിരാ കേന്ദ്രത്തിന് ആ സ്ഥലത്തിന് വൈറ്റ് ഹൗസാണ്. ഹൗസും ഹോമും വ്യത്യാസമുണ്ട്.
ബൈത്ത് വ്യത്യാസമുണ്ട്. ബൈത്ത് എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിനും ഉപയോഗിക്കും. ഒരു ഭരണ രംഗം കൈയാളുന്ന ഇടത്തിന് ബൈത്ത് എന്ന് പറയും. ബൈത്തുൽ മാലിന് ഇവരെന്നെ പറയലുണ്ട്. ധനകാര്യ സ്ഥാപനം ബൈത്തുൽ മാല്, ധനകാര്യ സ്ഥാപനത്തിന് ബൈത്തുൽ മാൽ എന്ന് പറയും. എന്നപോലെ ഈ കുട്ടികൾ, ഈ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ താലിബി അൽ ഇൽമ്, അറിവിന്റെ വിദ്യാർത്ഥികളെ അവർ ഈ വിജ്ഞാനം ശേഖരിക്കുന്ന ആ വീടുകളിൽ നിന്ന് പുറത്താക്കരുത്. നമ്മിലത് കാണുമ്പോൾ നമ്മിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഓരോരോ തെറ്റായ അറിവുകളെ ഓരോന്നോരോന്നായി ഡിലീറ്റ് ചെയ്ത് നല്ല നല്ല അറിവുകളെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഈ അറിവിനെ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിന്ന് പുറത്താക്കരുത്. നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞതൊക്കെ. അവിടുന്ന് പുറത്താക്കരുത്. എങ്ങനെയല്ലാതെ ഇല്ല അയ്യത്തിന ബൈനത്തിൽ, അത് തെറ്റായ അറിവിലേക്ക് പോയാലല്ലാതെ. ആ വിദ്യാർത്ഥികൾ അവിടെ ചിത്തനുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അവരെ പുറത്താക്കാൻ നല്ലത്. അവർക്ക് അറിവ് ശേഖരിക്കാനല്ല അവരുടെ ശ്രമം. മനസ്സിലാകുന്നത്? ഇല്ല അയ്യത്തിന അവർ കൊണ്ടുവന്നാലല്ലാതെ ഫാഹിഷത്തം മുബയ്യിനത്തിന് വ്യക്തമായ അറിവിന്റെ തെറ്റായ ഉപയോഗം. ഫാഹിഷത്തിൽ തന്നെ രണ്ടർത്ഥത്തിലുണ്ട്. ഒന്ന് ആ അറിവിനെ തെറ്റായി ഉപയോഗിക്കുക, ഒന്ന്. മറ്റൊന്ന് എന്റെ അറിവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിനെ ഞാൻ കടമെടുത്തിട്ട് അത് എന്റെ അറിവാണെന്ന് പറയുക. അതും ഫാഹിഷത്താണ്. അത് ഫാഹിഷത്താണ്. കട്ടെടുക്കുക, അറിവിനെ കട്ടെടുക്കുക. ഈ രണ്ടും ഫാഹിഷത്തായിട്ടാണ്. ഒരാളുടെ അറിവിനെ കട്ടെടുത്തിട്ട് അത് എന്റെ അറിവായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഫാഹിഷത്താണ്. പിന്നെ ഫാഹിഷത്തൻ സബീല, അതൊരു മോശം വഴിയുമാണ്. അത് രണ്ട് ഫാഹിഷത്തുണ്ട് ഖുർആൻ. അത് രണ്ടും തെറ്റാണ്. അപ്പൊ ആ അറിവിനെ അവർ തെറ്റായി ഉപയോഗിച്ചാലല്ലാതെ അവരെ പുറത്താക്കരുത്. ഇപ്പോ ഇത് ഇല്ലാതിൽക്ക ഹുദൂദുള്ള, ഇത് അള്ളാഹു വെച്ച പരിധികളാണ്. അമ്മ യഥാർത്ഥ ഹുദൂദുള്ള, ഈ പരിധികളൊക്കെ ആരെങ്കിലും ലംഘിച്ചാൽ അത് വലമനസ്സഹു, അവന്റെ മനസ്സിനോട് തന്നെയാണ് അതിക്രമം കാണിച്ചത്. അവന്റെ നെഫ്സിനോട് തന്നെയാണ് അതിക്രമം കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ മനസ്സിലായോ? മറ്റത് ആരോടാ അതിക്രമം കാണിച്ചിട്ടുള്ളത്? വലമനസ്സഹു ലാതരിയില അല്ലാഹു യുഹദിസ് ബാദാലിക്കാൻ. കുറെ കാര്യങ്ങൾ അതുമായിട്ട് വിശദീകരിക്കണം. അതാണ് മനസ്സിലാവുമ്പോ ബാക്കി പറഞ്ഞു. ഏതാണ് ഉലാത്തുൽ അഹ്മാലി എന്ന് പറഞ്ഞ ഗർഭം ധരിച്ചവർന്നൊക്കെയാണ് ഇവരെ എഴുതിക്കുന്നത്. ഉലാത്തുൽ അഹ്മാലി, ഗർഭം ധരിച്ചവരുടെ അജല്, അവരെ തലാഖ് ചെല്ലിയാൽ അവരുടെ അവധി അയ്യള്ളതിന് ഹംലഹുണ്ട, അവരുടെ പ്രസവം താഴെ വക്കലാണ്. എന്താണ് ഹംല് എന്ന് പറഞ്ഞാൽ ഈ അറിവിനെ നേടാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളുകൾ, അതാണ് ഉലാത്തുൽ അഹ്മാൽ. ഹംല് എന്ന് പറഞ്ഞാൽ വഹിക്കുക, ചുമതല വഹിക്കുക എന്നാണ്. ഈ അറിവുകളെ, തന്നിൽ വളർന്നു വരുന്ന അറിവുകളെ, അല്ലെങ്കിൽ തന്റെ സമൂഹത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളുകൾ, അവര് അറിവിന്റെ പൂർണ്ണതയിലെത്തുന്ന അവധി എപ്പോഴാണ്? ആ ഉത്തരവാദിത്വം ഏതാണോ ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കുമ്പോഴാണ്. അതാണ് അവരുടെ അജല്, അതാണ് അവർക്ക് നിശ്ചയിച്ച അവധി. അതുവരെ അവർ ആ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്നല്ലേ? അല്ല. ഇന്ന അവല ബൈത്തിൻ വുളി അനിന്ന, ജനങ്ങൾക്ക് ആദ്യമായി പ്രസവിക്കപ്പെട്ട വീട് എന്നാണോ? വല്ലാഹാലില്ലന, ഭൂമിയെ ഞാൻ പ്രസവിച്ചിരിക്കുന്നു എന്നാണോ? ഹീനത്തലഊന സിയാബക്കും, നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ പ്രസവിക്കുമ്പോൾ എന്നാണോ? പിന്നെ വളക്ക് ഇവിടെ എത്തുമ്പോൾ മാത്രം നിങ്ങൾക്ക് പ്രസവിക്കുക എന്ന അർത്ഥം എവിടെ നിന്ന് കിട്ടി? അവിടെയൊന്നും വളക്ക് പ്രസവിക്കുക എന്നല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രസവിക്കുക എന്ന അർത്ഥം എവിടെ നിന്ന് കിട്ടി? അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കരുത്, ദയവ് ചെയ്ത്. അറിയില്ലെങ്കിൽ എനിക്കത് അറിയില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറയാം.
അപ്പൊ ഊലാത്തുൽ അഹ്മാൽ അവിടെ അതാണ് പിന്നെ ഒരറിയാത്തൊരു വേടതിൽ. ഊലാത്തുൽ അഹ്മാൽ, ഈ ഉത്തരവാദിത്വം അജ്ഞതയിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും തന്നിലെ ജ്ഞാനങ്ങളെ മുഴുവൻ മോചിപ്പിച്ചെടുത്ത് സ്വതന്ത്രമാക്കി വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് അതിനെ കൊണ്ടുവരാനുള്ള ഡ്യൂട്ടി ഏറ്റെടുത്ത ആളുകൾ, അവരുടെ ഡ്യൂട്ടി എപ്പോഴാണ് അതിന്റെ അത് തീരുന്ന ഡേറ്റ്, തീയതി, സമയം, അവധി എപ്പോഴാണ്? ആ അറിവിനെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ സംവിധാനിക്കുമ്പോഴാണ്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ ആശയത്തെ തന്റെ ജീവിതത്തിൽ സംവിധാനിക്കുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. മനസ്സിലായോ? ഇന്ന അവല ബൈത്തിൽ ആദ്യമായി മനുഷ്യന് വിജ്ഞാനത്തിന്റെ ഒരു ഭവനം ഞാൻ സംവിധാനിച്ചു കൊടുത്തത്. വല്ലർള വലാഹ, അറിവിന്റെ ഭൂമികയെ മനുഷ്യന് ഞാൻ സംവിധാനിച്ച് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. വഹീനത്തളറൂന സിയാബത്തും, നിങ്ങളുടെ അറിവിന്റെ വസ്ത്രങ്ങൾ നിങ്ങൾ സംവിധാനിക്കുകയും അതിന് തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴും നിങ്ങൾ അതിൽ വ്യക്തത വരുത്തണം. സൂറത്ത് നൂർ 3 സമയങ്ങളിൽ ഒരു സമയം നിങ്ങൾ ഓരോരോ അറിവുകൾ, നിങ്ങളുടെ സിയാബ്, അറിവിന്റെ വസ്ത്രങ്ങൾ ഓരോന്നും സംവിധാനിച്ചൊരുക്കി നിങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അതിൽ വ്യക്തത വരുത്തണം. പെർമിഷൻ ചോദിക്കലല്ലേ? അല്ല, നിങ്ങളിൽ അതിൽ വ്യക്തത വരുത്തണം. 3 വേളയിലും നിങ്ങൾ അറിവിന്റെ പൂർണ്ണമായ വ്യക്തത വരുത്തൽ നിർബന്ധമാണ് നിങ്ങൾക്ക്. ഒന്ന്, അറിവിന്റെ പുലരി നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ, അതാണ് സലാത്തുൽ ഫജ്ർ. ദൈവത്തിന്റെ അറിവിന്റെ പുലരി നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ പെട്ടെന്ന് പുലർച്ചയിലേക്ക് പോകരുത്. ഓരോന്നും വ്യക്തത വരുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ അറിവിന്റെ പുലരിയിലേക്ക് വരുന്നത്. പിന്നെ അപ്പൊ അതാണ് തലഹുവനത്തിയാതക്കും. മനസ്സിലായോ? ഇനി അയ്യുഹൻ നബിയ്യു ഇദാ തല്ലത്തുമുൻ നിസാ തയ്യാറെടുപ്പ് ഇല്ലാന്ന് ഒരാൾ പറയട്ടെ. അങ്ങനെ യുദ്ധത്തിഹിന്ന എണ്ണത്തിന് വേണ്ടി എങ്ങനെയായിട്ടാണ് അതല്ല, അതതാണ് കൗണ്ടിങ്, എണ്ണം. യുദ്ധത്ത് തയ്യാറെടുപ്പ്. നിങ്ങൾ തയ്യാർ ചെയ്യുക. മസ്തത്തവത്തും നിങ്ങൾക്ക് കഴിയുന്നത്ര മിൻകൂവത്തിൽ, അറിവിന്റെ ശക്തി, അല്ലാതെ ആയുധബലമല്ല. ഒന്നാമത് നിങ്ങൾ നോക്കി, ഈ നബി എന്നുള്ളത് 13 സ്ഥലത്താണ് യായുഹൻ നബി എന്ന് പറഞ്ഞിടക്കുക. എത്ര സ്ഥലത്ത്? 13 സ്ഥലം. 6 സ്ഥലത്ത് ദിവാജ്, തലാഖ് ഇതുമായി ബന്ധപ്പെട്ടു. 5 സ്ഥലത്ത് മുനാഫിക്കീങ്ങളും ജിഹാദും കിഫാലും ബന്ധപ്പെട്ടു. 2 സ്ഥലത്ത് 6, 5, 11. 2 സ്ഥലത്ത് നബിയുടെ മക്കാനത്ത് വിശേഷണങ്ങളും പദവിയും എത്രയെന്ന് വിശദീകരിക്കാൻ. ഇങ്ങനെയാണ് 13 സ്ഥലത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ജിഹാദും കിസാലും നിസാവും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. ഇവർ പറയുന്നതിലാണ് ഈ ബന്ധമില്ല. കിസാലും ജിഹാദും നിസാവും തമ്മിൽ എന്താ ബന്ധം? 13 സ്ഥലത്ത് നിസാവ് യായുഹൻ നബിയ്യു എന്ന് പറഞ്ഞ സ്ഥലത്ത് 6 സ്ഥലത്ത് നിസാവുമായും ജിവാജുമായും തലാഖുമായും പറഞ്ഞപ്പോൾ, 5 സ്ഥലത്ത് കിസാലും ജിഹാദും പറഞ്ഞപ്പോൾ, 2 സ്ഥലത്ത് പ്രവാചകന്റെ മക്കാനത്ത് എന്താണെന്ന് വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ എന്താണോ കിസാൽ എന്ന് പറഞ്ഞാൽ നമ്മിലെ അജ്ഞതയെയും നെഗറ്റീവായ ഗുണങ്ങളെയും ഇല്ലാതാക്കുക. ജിഹാദ് എന്ന് പറഞ്ഞാൽ ബദലിൽ ജുഹദ്. ജിഹാദ് എന്ന് ഖുർആനിൽ വന്നവിടത്തൊന്നും ഈ അലിപ്പിട്ടിട്ടില്ലട്ടോ. ഈ പൊന്നാനിയെന്നില്ല പിടുന്നല്ലേ മുഷാഹിദിനുള്ളൂ, യഥാർത്ഥ മുഷാഹിദിലില്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ ബദലൽ ജുഹദ ലിൽ മഅരിഫത്തി വൽ ഇൽമി എന്നാണ്. അറിവിന് വേണ്ടിയും ജ്ഞാനത്തിന് വേണ്ടിയും തന്റെ കഴിവുകൾ ഓരോന്നും ഉപയോഗിക്കുക, വിനിയോഗിക്കുക. അപ്പൊ ആയുധമെടുത്ത് വെട്ടലല്ലേ, വേണമെങ്കിൽ വെട്ടിക്കോളൂ, നമുക്ക് ഒഴിവില്ല. നമ്മൾ മനസ്സിലാക്കിയ ജിഹാദ് ബദലൽ ജുഹദ, തന്റെ പരിശ്രമങ്ങൾ മുഴുവൻ വിനിയോഗിക്കുക. എന്തിനു വേണ്ടി? ലിൽ മഅരിഫത്തി വൽ ഇൽമി, അറിവിന് വേണ്ടിയും ജ്ഞാനത്തിന് വേണ്ടിയും
തന്റെ പരിശ്രമങ്ങൾ മുഴുവൻ വിനിയോഗിക്കുന്നതാണ് ജിഹാദ്. അതാണ് ജിഹാദ്. അപ്പൊ കിതാലോ തന്നിലെ സെൽബിയായ നെഗറ്റീവായ മനസ്സിന്റെ ഗുണങ്ങളെയും ജഹല് അജ്ഞതയെയും സത്തില് ഇല്ലാതാണ്. വേണ്ട, നീ പ്രവർത്തിക്കണ്ട എന്നിൽ. നിന്റെ വലീഫത്ത് അവിടെ നിർത്തിവെക്കണം, നിന്റെ ഡ്യൂട്ടി അവിടെ നിർത്തിവെക്കാം, അവിടെ നിർത്തിവെക്കുക. ഇതാണ്. അപ്പോൾ നിസാവുമായി ബന്ധമുണ്ടോ? ഇത് ഒന്നാമത്തെ മേഖല. ഒന്നാമത്തെ മേഖല ഏതാണ്? ജിഹാദും നിസാകളെ ഉയർത്തിക്കൊണ്ടുവരിക, തലാഖ്, അവരെ അജ്ഞതയിൽ നിന്ന് മോചിപ്പിക്കാൻ. രണ്ടാമത്തെ ഘട്ടോ അതിനുവേണ്ടി ജിഹാദ് ചെയ്യുക. സെൽഫിയായ ജഹിലിയായ വശത്തെ സത്യനും ചെയ്യുക. ഇപ്പൊ ബന്ധം മറ്റത് എന്തോ തമ്മിൽ ഏറ്റുകൂട്ടിയ പോലെയാണ്. നിക്കാഹും മുനാഫിക്കും കിത്താലും ജിഹാദും നബിയായിട്ട് ഏറ്റുകൂട്ടും. ഇപ്പോ നബിയായിട്ട് ഇത് ഏറ്റുകൂട്ടുമ്പോ ബന്ധമുണ്ടോ? പ്രഭുത്വമുണ്ടോ? പരസ്പരം യോജിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മിൽ നിന്ന് വളർന്നു വരുന്ന അറിവുകളെ അജ്ഞതയിൽ നിന്ന് സ്വതന്ത്രമാക്കി വിടുക. അതിന് സ്വതന്ത്രമാക്കി വിടുമ്പോൾ നിങ്ങൾ നബി ജിഹാദ് ചെയ്യണം. നമ്മിലെ മുനാഫിക്കുകളോട് ജിഹാദ് ചെയ്യണം. നമ്മിലെ അറിവിൽ നിന്ന് നമ്മെ തടയാനുള്ള മുനാഫിക്കുകൾ നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ മുനാഫിക്കുകളെ ഇല്ലാതാക്കി അള്ളാഹുവിന്റെ ഇൽമും മഅരിഫത്തും തേടാൻ പരമാവധി നമ്മുടെ പരിശ്രമങ്ങൾ വിനിയോഗിക്കുക. ആ രംഗത്ത് നമ്മുടെ മനസ്സിലുള്ള സെൽബിയായ നെഗറ്റീവായ ഗുണങ്ങളെ പ്രവർത്തനരഹിതവുമാക്കി വെക്കുക. അങ്ങനെ വരുമ്പോൾ രണ്ട് വചനത്തിൽ പറഞ്ഞ നബിയുടെ മക്കാനത്ത് എന്താണെന്ന് പറഞ്ഞു വന്ന അവിടേക്ക് നിങ്ങൾ എത്തും. അപ്പൊ 13 ആയത്തിനും നബി തമ്മിൽ ഈ 13 ആയത്തും തമ്മിൽ ബന്ധമുണ്ടോ? ബന്ധം. അപ്പോഴാണ് ബന്ധമുള്ളൂ. ഇത് ആത്മീയ ഗ്രന്ഥാണ്. ഇത് കെട്ടലും കാര്യം തീർച്ചലും ആണെങ്കിലാണ് 70 ഹൂറിലിങ്ങൾ ആഖിറത്തിൽ വേണോ? ഈ ദുനിയാവിൽ തന്നെ രണ്ടാമത്തൊന്ന് വേണ്ടാന്ന് പറഞ്ഞ് എന്നിട്ടാണ് ഇപ്പൊ ആഖിറത്തിൽ 70 എന്നോടൊരാളെ ചോദിച്ചു, അങ്ങനത്തെ ആഖിറത്തിൽ 70 ഹൂറിലിങ്ങളെ വേണ്ടേ? ഇവിടെ തന്നെ ഇപ്പൊ എന്റെ പെണ്ണുങ്ങളെ നടിയപ്പോ അപ്പൊ ഇതൊന്നും അത് വേണ്ടോടെ എടുത്തോടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അവർ തർക്കിക്കാണൊന്നുമില്ല. മനുഷ്യൻ മരിച്ചാൽ എഴുന്നേൽപ്പില്ലെന്ന് വെച്ചു. മനുഷ്യൻ മരിക്കുന്നില്ല. അയ്യ ഉയർത്തെഴുന്നേൽപ്പേ ഉള്ളൂ. പിന്നെ മരണം ഈസക്കില്ല. ഈസക്ക് മരണമില്ല. ഈസ മരിച്ചിട്ടില്ല. അതർത്ഥം മനസ്സിലായോ? ഈസ മരിച്ചിട്ടില്ല എന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈസ മരിച്ചിട്ടില്ല. എവിടെയാണ് നിങ്ങൾ വെക്കണേ? ഇതൊക്കെ പറഞ്ഞ പണ്ഡിതന്മാർ വെറുതെ പറഞ്ഞതല്ല. ഈസ മരിച്ചിട്ടില്ല, ഈസ മരിക്കുകയില്ല. അവിടെ എത്തിയവൻ മരിക്കുകയില്ല. അവൻ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെട്ടു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കാൻ അല്ലേ?